المدرسة الربانية كونوا ربانيين. السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിന് തഖ്വ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും അതിനെ പിന്തുടരാനും ബാത്തുല് ബാത്തുലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ സ്നേഹത്തിൻ്റെ വ്യത്യസ്ത ദറജകളെ സംബന്ധിച്ച്, ഘട്ടങ്ങളെ സംബന്ധിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. വ്യത്യസ്തങ്ങളായ സ്നേഹം പറയുന്നിടത്ത് അവസാനമായി ഇമാം അവർകൾ സൂചിപ്പിച്ചത് ഷൗക്കിനെ കുറിച്ചാണ്. ഷൗക്ക് എന്ന് പറഞ്ഞാൽ ഹൃദയം താൻ ഇഷ്ടപ്പെടുന്നതിലേക്ക് അതിവേഗതയിൽ സഞ്ചരിക്കുക. ഇതിനാണ് ഷൗക്ക് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ അള്ളാഹുവിലേക്ക് എത്തിച്ചേരാൻ, അവനെ കണ്ടുമുട്ടാൻ, അവൻ്റെ ലിഖാഇന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയും അതിനു വേണ്ടിയിട്ട് ഷൗക്കുള്ളവനായി തീരണം. അങ്ങനെയുള്ള ആളുകളുടെ ജീവിതത്തിൻ്റെ ലദ്ദത്ത്, അതിൻ്റെ സുഖം, അതിൻ്റെ ആസ്വാദനവും സൗന്ദര്യത്തെയുമെല്ലാമാണ് ഇമാം അവർകൾ വിശദീകരിച്ചു വന്നത്. അവസാനം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസും ഉദ്ധരിക്കുകയുണ്ടായി. ഒരടിമ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കണമെങ്കിൽ ഒന്നാമതായി വേണ്ടത് അള്ളാഹു നിർബന്ധമാക്കിയിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യലാണ്. അതിനുശേഷം സുന്നത്തായ ഐച്ഛികമായ കർമ്മങ്ങൾ അവൻ വർദ്ധിപ്പിക്കുന്നു, അധികരിപ്പിക്കുന്നു. അത് മുഖേന അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടും. അങ്ങനെ അള്ളാഹു അവൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അള്ളാഹു പറയുന്നു, ഞാൻ അവൻ്റെ കേൾവിയും അതേപോലെ കാഴ്ചയും അവൻ കൈകൊണ്ട് പിടിക്കുന്നതും കാലുകൊണ്ട് നടക്കുന്നതുമെല്ലാം അള്ളാഹുവിൻ്റെ മുസാഹബത്ത് മുഖേനയാണ്, അള്ളാഹു കൂടെയുള്ള നിലയിലാണ് എന്നാണ് ഹദീസിൽ വിശദീകരിച്ചത്. ആ ഹദീസിൻ്റെ വ്യാഖ്യാനമാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുന്നത്. ഈ ഹദീസ് ബുദ്ധിയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിൽ അള്ളാഹുവിൻ്റെ സ്നേഹം ലഭിക്കണമെങ്കിൽ വേണ്ട
പ്രധാനപ്പെട്ട 2 കാര്യം പഠിപ്പിക്കുകയാണ്. ഒന്ന്, അള്ളാഹു നിർബന്ധമാക്കിയിരിക്കുന്ന കാര്യങ്ങൾ വീട്ടലാണ്. മറ്റൊന്ന്, ഐച്ഛികമായ കാര്യങ്ങളിലൂടെ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കലാണ്. അത് മുഖേന അവൻ അള്ളാഹുവിൻ്റെ ഇഷ്ടം കരഗതമാക്കാമെന്നാണ് പറഞ്ഞത്. ഈ ഹദീസിനെ വ്യാഖ്യാനിക്കുന്നിടത്ത് അല്ലാമ സ്വാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാ പറഞ്ഞത് കാണാം. ഇവിടെ അള്ളാഹു അവൻ്റെ കേൾവിയും കാഴ്ചയുമെല്ലാമായി തീരുമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം അള്ളാഹു ഒരു അടിമയിലേക്ക് ഇറങ്ങി വരും എന്നല്ല. അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അവനിൽ അള്ളാഹു ഒരു മനുഷ്യനിൽ അവതീർണനാകും, അവതാരമായി അവതരിക്കും എന്നല്ല അതിൻ്റെ വ്യാഖ്യാനം. അതിൻ്റെ അർത്ഥം ലൈസ മഅനാഹു അന്നല്ലാഹ തബാറക വതആല യകൂനു ഹാലൻ ഫിൽ അബ്ദി, ഒരു അടിമയിൽ അവതരിക്കും എന്നല്ല അതിൻ്റെ വ്യാഖ്യാനം. ഔ അൻ യകൂന അല്ലാഹു യദഹു വരിജ്ലഹു വസംഅഹു വബസറഹു, അല്ലെങ്കിൽ അള്ളാഹു അവൻ്റെ കൈയും കാലും കേൾവിയും കാഴ്ചയുമാകുമെന്നുമല്ല അതിൻ്റെ അർത്ഥം. വഇന്നമാ മഅനാഹു അന്നല്ലാഹ യുവഫിഖുഹു വയുസദ്ദിദുഹു ബിഹാദിഹിൽ ഉമൂർ. എന്നാൽ അതിൻ്റെ വ്യാഖ്യാനം എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വതആല അവന് തൗഫീഖ് നൽകും. ആ കാര്യങ്ങൾ കൊണ്ട് ഖൈർ ചെയ്യാനുള്ളതായ ഉദവി അള്ളാഹു അവന് നൽകും. ഈ പറയപ്പെട്ട കാര്യങ്ങളെ നേരെ ചൊവ്വെ നിർവഹിക്കാൻ അതിനുള്ള തൗഫീഖ് നൽകും. അള്ളാഹു അവനെ ഈ വിഷയത്തിലെല്ലാം സഹായിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് ഇമാം അവർകൾ അതിനെ ഷേഖ് സ്വാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാ അതിനെ വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. ശേഷം തുടർന്ന് പറയുന്നത് കാണാം, അവൻ നന്മയല്ലാതെ ഈ പറയുന്ന അവയവങ്ങൾ കൊണ്ട് ചെയ്യുകയില്ല എന്നർത്ഥം. അപ്പോൾ നന്മയിലേക്കല്ലാതെ നോക്കുകയില്ല. വലാ യൻദുറു ഇല്ലാ ഇലാ ഖൈരിൻ, നന്മയിലേക്കല്ലാതെ അവൻ നോക്കുകയില്ല. വലാ യസ്മഉ ഇല്ലാ മാ ഫീഹി ഖൈർ, ഏതൊന്നിലാണോ ഖൈറുള്ളത് അതിനെയല്ലാതെ അവൻ കേൾക്കുകയില്ല. വലാ യംശി ബിരിജ്ലിഹി ഇല്ലാ ലിൽ ഇബാദത്തി വമാ ഫീഹി ഖൈർ, അവൻ്റെ കാലുകൊണ്ട് നടക്കുന്നത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ എവിടെയാണോ ഖൈറുള്ളത് അതിലേക്കായിരിക്കും നടക്കുന്നത്. വലാ യഖുദു ബിയദിഹി വയുഅതി ഇല്ലാ മാ ഫീഹി ഖൈർ, അവൻ്റെ കൈകൊണ്ട് പിടിക്കുന്നതും ഖൈറായ കാര്യങ്ങൾക്ക് ഏതിലാണോ ഖൈറുള്ളത് അതിനെയായിരിക്കും, അതിനെയാണ് അവൻ എടുക്കുകയും ചെയ്യുകയുള്ളൂ. ഈ രീതിയിൽ അള്ളാഹു അവൻ്റെ അവയവങ്ങളെ സംരക്ഷിക്കും എന്നാണ് അതിൻ്റെ വ്യാഖ്യാനം എന്ന് ഈ ഹദീസിനെ വ്യാഖ്യാനിക്കുന്നിടത്ത് അല്ലാമ സ്വാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാ പറഞ്ഞത് കാണാൻ സാധിക്കും. ഇവിടെ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുകയാണ്, വഅഖ്ബറ സുബ്ഹാനഹു അന്ന അദാഅ ഫറായിദിഹി അഹബ്ബു മാ യതഖറബു ബിഹി ഇലൈഹിൽ മുതഖർരിബൂൻ. ഒരു മനുഷ്യൻ, ഒരടിമ അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ചെയ്യുന്ന ഇബാദാത്തുകൾ, അതിനുവേണ്ടി അനുഷ്ഠിക്കുന്ന ത്വാഅത്തുകൾ, അനുസരണങ്ങൾ, ഇവകളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമായത് എന്താണ്? അള്ളാഹു നിർബന്ധമാക്കിയിരിക്കുന്ന ഫർളുകളെ വീട്ടുക എന്നുള്ളതാണ്. അതാണ് അള്ളാഹു ഈ ഹദീസിലൂടെ അറിയിക്കുന്ന ഒന്നാമത്തെ കാര്യം. അള്ളാഹുവിലേക്ക് അടുക്കാൻ, അവൻ്റെ സമീപത്തെത്താൻ, അവൻ്റെ ലിഖാഇനെ പ്രതീക്ഷിക്കുന്ന ഒരാൾ ചെയ്യേണ്ട ഏറ്റവും മർമ്മപ്രധാനമായ കാര്യം എന്താണ്? അള്ളാഹു നിർബന്ധമാക്കിയിരിക്കുന്ന കാര്യങ്ങളെ വീട്ടുക എന്നുള്ളതാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. സുമ്മ ബഅദഹ അന്നവാഫിൽ, അതിനുശേഷം പിന്നീട് ഐച്ഛികമായ കാര്യങ്ങൾ നിർവഹിക്കുക. വഅന്നൽ മുഹിബ്ബ ലാ യസാലു യുക്സിറു മിനൻ നവാഫിലി, ഒരു മുഹിബ്ബ്, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന ഒരാൾ എന്ത് ചെയ്യും? ഐച്ഛികമായ കാര്യങ്ങൾ അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഹത്താ യസീറ മഹ്ബൂബൻ ലില്ലാ, അങ്ങനെ അവൻ അള്ളാഹുവിന് മഹബൂബാകും, അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരനായി അവൻ മാറും. ഫഇദാ സാറ മഹബൂബൻ ലില്ലാ, അങ്ങനെ അള്ളാഹുവിൻ്റെ മഹബൂബായി മാറിയാൽ ഔജബത് മഹബ്ബതുഹു ലില്ലാഹി ലഹു മഹബ്ബത്തൻ ഉഖ്റാ, ഈ സ്നേഹം വേറൊരു സ്നേഹത്തെ അനിവാര്യമാക്കി തീർക്കും. ഫൗക്കൽ മഹബ്ബത്തിലൂല, ഒന്നാമത് അവന് സ്നേഹമുണ്ടായി, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് അവൻ എന്ത് ചെയ്യുന്നത്? ഈ ഫർളും നഫലുകളെല്ലാം ചെയ്യുന്നത്. അതിന് പുറമെ വേറൊരു സ്നേഹത്തെ എന്ത് ചെയ്യും? ഈ സ്നേഹം നിർബന്ധമാക്കി തീർക്കും. ഫശഗലത് ഹാദിഹിൽ മഹബ്ബതു ഖൽബഹു, ഈ സ്നേഹം അവൻ്റെ ഹൃദയത്തെ ജോലിയിലാക്കും. അവൻ്റെ ഹൃദയത്തെ ഈ സ്നേഹം ജോലിയിലാക്കും.
അനിൽ ഫിക്റതി വൽ ഇഹ്തിമാമി ബിഗൈരി മഹബൂബിഹി. അവൻ ആരെയാണോ സ്നേഹിക്കുന്നത് ആ മഹബൂബിനെ അല്ലാതെ മറ്റുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതിനെ തൊട്ട്, അതിൽ മുഴുകുന്നതിനെ തൊട്ട് അവന്റെ ഹൃദയത്തെ എന്ത് ചെയ്യും? ഈ സ്നേഹം വ്യാപൃതമാക്കും. അപ്പൊ അവന്റെ മനസ്സിൽ പിന്നെ ഈ സ്നേഹം മാത്രമാണ് ഉണ്ടാവുക. വമലക്കത്ത് അലൈഹി റൂഹ, അവന്റെ മേൽ, അവന്റെ റൂഹിന്, ആത്മാവിന് മേൽ എന്ത് ചെയ്യും? ആധിപത്യം സ്ഥാപിക്കും ഈ സ്നേഹം. വലം യബ്ഖ ഫീഹി സിഅതുൻ ലിഗൈരി മഹബൂബിഹി അൽബത്ത, അവന്റെ ഹൃദയത്തിൽ അവന്റെ ഈ മഹബൂബിനല്ലാതെ വേറൊരാൾക്കും കയറിപ്പറ്റാൻ എന്തില്ല? ഒരു സ്ഥലമില്ലാത്ത രീതിയിലാകും. ഫസാറ ദിക്റു മഹബൂബിഹി വഹുബ്ബുഹു വമസലുഹു അഅല മാലികൻ ലിസിമാമി ഖൽബി, അങ്ങനെ അവന്റെ ഈ മഹബൂബിനെ സംബന്ധിച്ചുള്ള സ്മരണകൾ, അതിനോടുള്ള ഇഷ്ടം, അതിനോടുള്ളതായ ഉപമകൾ അല്ലെങ്കിൽ അതിനോടുള്ളതായ അതിൻ്റെ മാതൃകകൾ, അതെന്ത് ചെയ്യും? ഇവന്റെ ഹൃദയത്തിന്റെ കടിഞ്ഞാണിന്റെ ഉടമസ്ഥത പിടിച്ചെടുക്കും. അപ്പൊ ഇവന്റെ ഹൃദയത്തിന്റെ കടിഞ്ഞാൺ ഈ സ്നേഹം എന്ത് ചെയ്യുന്നു? കൈക്കലാക്കി. മുസ്തൗലിയൻ അലാ റൂഹിഹി ഇസ്തീലാ അൽ മഹബൂബി അലാ മഹബ്ബത്തി സ്വാദിഖ് ഫീ മഹബ്ബത്തി അല്ലത്തി ഖദ് ഇജ്തമഅത് ഖുവാ ഹുബ്ബിഹി കുല്ലുഹാ ലഹു. ഏതുപോലെയാണത്? അത് ആത്മാവിന്റെ മേൽ ആധിപത്യം സ്ഥാപിക്കും. ഇസ്തീലാ അൽ മഹബൂബി അലാ മഹബ്ബത്തി സ്വാദിഖ് ഫീ മഹബ്ബത്തി, ഒരു സത്യസന്ധമായി സ്നേഹിക്കുന്ന ഒരാളുടെ സ്നേഹത്തിന്റെ മേൽ ആ സ്നേഹിതൻ എങ്ങനെയാണോ ആധിപത്യം സ്ഥാപിക്കുന്നത് ആ രീതിയിൽ, അതായത് അതിൻ്റെ മേൽ സ്നേഹത്തിന്റെ എല്ലാവിധ ശക്തികളും അവിടെ ഒരുമിച്ച് കൂടും. അല്ലത്തി ഖദ് ഇജ്തമഅത് ഖുവാ ഹുബ്ബിഹി കുല്ലുഹാ ലഹു, സ്നേഹത്തിന്റെ അതുമൂലമുണ്ടാകുന്ന അതിൻ്റെ താല്പര്യങ്ങൾ, അതിൻ്റെ കഴിവുകൾ, അതും പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കഴിവുകൾ എന്തെല്ലാമാണോ അതെല്ലാം എന്ത് ചെയ്യും? ഇവനിൽ ഒരുമിച്ച് കൂടും. അങ്ങനെ എന്ത് ചെയ്യും? അതാണ് ഈ പറയുന്ന അള്ളാഹുവിൻ്റെ സ്നേഹിതനായി തീർന്നാലുള്ള അവസ്ഥ. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ സംഭവിക്കുക എന്നർത്ഥം. ഇവിടെ ഈ കാര്യം വിശദീകരിക്കുന്നിടത്ത്, ഈ ഭാഗത്ത് വിശദീകരിക്കുമ്പോൾ ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ല പറയുന്നത് കാണാം. ഇവിടെ ഫർള് കൊണ്ട് ഒരാൾ മുഴുകുക, അതിനുശേഷം സുന്നത്ത് എന്ത് ചെയ്യുക? അധികരിപ്പിക്കുക. ഇതാണ് ഒരു മനുഷ്യൻ ചെയ്യേണ്ടത്. ഇതാണ് അതിൻ്റെ മുൻഗണനാക്രമം. ഒരാൾ അവൻ്റെ മേൽ നിർബന്ധമാക്കിയിരിക്കുന്ന നിർബന്ധ ബാധ്യതകൾ ചെയ്യുന്നില്ല, അതല്ലാതെ എന്ത് ചെയ്യുന്നു? സുന്നത്തുകൾ അനുഷ്ഠിക്കുകയാണ്. അതുകൊണ്ട് എന്താവൂല? ഈ പറയുന്ന ദറജയിലേക്ക് അവനക്ക് എത്താൻ സാധിക്കുകയില്ല. അപ്പോൾ നിർബന്ധമായ കാര്യങ്ങൾ ചെയ്യണം. നമസ്കാരമാണെങ്കിലും, സക്കാത്താണെങ്കിലും, നോമ്പാണെങ്കിലും, ഹജ്ജാണെങ്കിലും, മാതാപിതാക്കളോടുള്ള ബാധ്യതയാണെങ്കിലും, മക്കളോടുള്ള ബാധ്യത, നിർബന്ധമായ ബാധ്യതകൾ ധാരാളമുണ്ട്. അയൽവാസികളോടുള്ള നിർബന്ധമായി ചെയ്യേണ്ട ബാധ്യതയുണ്ട്. ഇതെല്ലാം നിർവഹിക്കണം. അതിനുശേഷം പിന്നീട് എന്ത് ചെയ്യണം? നവാഫിലുകളിൽ ഐച്ഛികമായ കർമ്മങ്ങൾ അധികരിപ്പിക്കണം. ഇതാണ് അതിൻ്റെ മുൻഗണനാക്രമം. അവിടെ ഷെയ്ഖ് അവറുകൾ പറയുന്നത് കാണാം, മൻ ശഗലഹുൽ ഫർളു അനിൻ നഫ്ലി ഫഹുവ മഅദൂറുൻ. ഒരാൾ ഐച്ഛികമായ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, ഐച്ഛികമായ കാര്യങ്ങളെ തൊട്ട് ഫർള് അവനെ വ്യാപൃതമാക്കിക്കുന്നു. ഫർളായ കാര്യങ്ങൾ മാത്രമേ അവൻ എന്ത് ചെയ്യുന്നുള്ളൂ. എങ്കിൽ അവൻ മഅദൂറാണ്, കാരണമുള്ളയാണ്, ഉദുറുള്ള, വിട്ടുവീഴ്ച നൽകപ്പെടുന്നവനാണ് അവൻ. അത് നിർബന്ധമാക്കപ്പെട്ട കാര്യമൊന്നുമല്ല, ഫർള് മാത്രമേ ചെയ്യുന്നുള്ളൂ. എന്നാൽ അവൻ ഉദുറുള്ള ആളാണ്, അവന് ഒഴുകഴിവുണ്ട്. വമൻ ശഗലഹു നഫ്ലു അനിൽ ഫർളി ഫഹുവ മഗ്റൂറുൻ. ആരെങ്കിലും നഫ്ലുകൾ ഒരാളെ വ്യാപൃതനാക്കി, ഐച്ഛികമായ കാര്യങ്ങൾ ധാരാളം അവൻ ചെയ്യുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യുന്നില്ല? ഫർള് ചെയ്യുന്നില്ല. എന്നാൽ അവൻ ചതിക്കപ്പെട്ടവനാണ്, അവൻ വഞ്ചനയിലകപ്പെട്ടവനാണ്. അത് മുഖേന ഉണ്ടാവില്ല, ഒരു ഫലം ഉണ്ടാവില്ല. അപ്പോൾ ഫർളുകൾ ചെയ്യാതെ ആരെങ്കിലും നഫ്ലുകൾ ചെയ്യുന്നുണ്ട് എങ്കിൽ അത് ഏത് ഫർളാകട്ടെ, ഫർളുകൾ വീട്ടുക എന്നുള്ളത് മർമ്മപ്രധാനമായ കാര്യമാണ്. അങ്ങനെ ആരെങ്കിലും നഫ്ലുകളിൽ മുഴുകുന്നുണ്ട് എങ്കിൽ അത് അവൻ ചതിയിൽപ്പെട്ടു, പിശാചിന്റെ കെണിയിൽപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നിട്ട് ഷെയ്ഖ് അവർ ചോദിക്കുകയാണ്, ഫമാദാ ഹാലു മൻ ശഗലഹു ലഹു അനിൽ ഫർള്. ഇവിടെ ഒരാൾ സുന്നത്തുകൾ ചെയ്തിട്ട് ഫർളിനെ ഉപേക്ഷിച്ചാൽ അവൻ വഞ്ചനയിലകപ്പെട്ടവനാണ്. എന്നാൽ പിന്നെ ലഘുവായ കാര്യങ്ങൾ, പാഴ്വർത്തമാനങ്ങൾ അല്ലെങ്കിൽ
കളികളും വിനോദങ്ങളും അതിൽ മുഴുകിയിട്ട് ഫർദ് ഉപേക്ഷിക്കുന്നവന്റെ അവസ്ഥ എന്തായിരിക്കും? അത് വളരെ ഗുരുതരമായ കാര്യമാണ്. ഒരാൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഐച്ഛികമായ കർമ്മങ്ങൾ ധാരാളം ചെയ്യുന്നു, അവിടെ എന്ത് ചെയ്യുന്നു? ഫർദിനെ മറക്കുന്നു. എന്നാൽ തന്നെ അവൻ വഞ്ചനയിലകപ്പെട്ടവനാണ്, അവൻ ശരിയായ റൂട്ടിലല്ല. അപ്പോൾ പിന്നെ ലഘുവായ പാഴ് വിനോദങ്ങളിലും കളികളിലും തമാശകളിലും ഏർപ്പെട്ടുകൊണ്ട് ഫർദിനെ ഉപേക്ഷിക്കുന്ന ആളുകളുടെ അവസ്ഥ എത്ര പരിതാപകരമായിരിക്കും എന്നാണ് ഷേഖ് അവർ ചോദിക്കുക. അപ്പോൾ ഇത് ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഫർദായ നിർബന്ധമായ ബാധ്യതകൾ നിർവഹിക്കുന്നതിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്? വലിയ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. അതേപോലെ തന്നെ പാഴായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതിൻ്റെ പിന്നാലെ നടന്ന് ഫർളുകൾ ഉപേക്ഷിക്കുന്നതിനെ വളരെ ഗൗരവത്തിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്? ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. വലാ റൈബ അന്ന ഹാദൽ മുഹിബ്ബ ഇൻ സമിഅ ബിമഹ്ബൂബി. അപ്പോൾ ഒരാൾ ഈ രീതിയിൽ അള്ളാഹുവിലേക്ക് അവൻ്റെ ഇഷ്ടം സമ്പാദിച്ചു കഴിഞ്ഞാൽ ഈ സ്നേഹിതൻ അവൻ കേൾക്കുന്നത് സമിഅ ബിമഹ്ബൂബിഹി, അവൻ അവൻ്റെ മഹബൂബിൻ്റെ കൂടെയായിരിക്കും കേൾക്കുന്നത്, മഹബൂബിനെ കൊണ്ടായിരിക്കും അവൻ്റെ കേൾവി. വഇൻ അബ്സറ അബ്സറ ബി, അവൻ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവനെ കൊണ്ടായിരിക്കും, അവൻ്റെ കൂടെയായിരിക്കും ഇവൻ്റെ കാഴ്ച. വഇൻ ബതശ ബതശ ബിഹി, അവൻ എന്തെങ്കിലും പിടിക്കുന്നുണ്ടെങ്കിൽ അത് അവൻ്റെ സഹായം മുഖേന അല്ലെങ്കിൽ അവൻ്റെ കൂടെയായിരിക്കും. വഇൻ മഷാ മഷാ ബിഹി, അവൻ നടക്കുന്നുണ്ടെങ്കിൽ അവനോടൊത്തുള്ള നടപ്പായിരിക്കും. ഫഹുവ ഫീ ഖൽബിഹി, അവൻ എന്തുണ്ടാകും? അവൻ്റെ ഹൃദയത്തിൽ ആ മഹബൂബ് ഉണ്ടാകും. വമഅഹു, അവനോട് കൂടെയുണ്ടാകും. വഅനീസുഹു വസാഹിബു, അവന് സന്തോഷമുണ്ടാകുന്നത് അപ്പോഴായിരിക്കും. അവൻ്റെ സന്തോഷമാണത്, അവൻ്റെ അവൻ്റെ സാഹിബാണ്, കൂടെയുള്ളവനാണ്. എന്നിട്ട് ഇമാം അവറുകൾ പറയാണ് ഇവിടെ ഇതാ കുന്തു സംഅഹു അല്ലദീ യസ്മഉ ബിഹി, അവൻ കേൾക്കുന്ന കേൾവി ഞാനായി മാറും. ബിഹി എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണോ അവൻ കേൾക്കുന്നത് ഞാനായി മാറും എന്ന് പറഞ്ഞാൽ ആ ബാ ഇവിടെ ഹാഹുനാലിൽ മുസാഹബത്തിന് വേണ്ടിയിട്ടാണ്, സഹവാസത്തിന് സൂചിപ്പിക്കാനുള്ളതാണ്. വഹിയ മുസാഹബത്തുൻ ലാ നദീറ ലഹ, ആ സഹവാസത്തിനൊരു തുല്യതയില്ലാത്ത സഹവാസമാണത്. വലാ തുദ്റകു ബിമുജറദിൽ ഇഖ്ബാരി അൻഹാ വൽ ഇൽമി ബിഹാ, ആ സഹവാസത്തെക്കുറിച്ച് ഒരാൾ വേറൊരാൾക്ക് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാക്കാൻ സാധിക്കൂല, അതിന് ഇദ്റാക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. ഒരാൾ ഈ അള്ളാഹുവുമായിട്ടുള്ള ഈ സഹവാസത്തെക്കുറിച്ച്, ഈ കൂട്ടുകെട്ടിനെ സംബന്ധിച്ച് വേറൊരാൾക്ക് ഇങ്ങനെ പ്രഭാഷണം നടത്തി കൊടുക്കുകയാണ്, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുകയാണ്. അതിന് പറഞ്ഞു കൊടുക്കുന്നത് മുഖേന മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമല്ല ഇത്. വൽ ഇൽമി ബിഹാ, അതിനെക്കുറിച്ച് ഒരാൾ പഠനം നടത്തി പഠിച്ചു കുറേ, എന്നാലും മനസ്സിലാവൂല. എന്നാൽ ഫൽ മസ്അലതു ഹാലിയത്തുൻ ലാ ഇൽമിയത്തുൻ മഹ്ള, അത് ഹാലിയത്താണ്, അത് അനുഭവിച്ചറിയേണ്ട കാര്യമാണ്, അനുഭവവേദ്യമായിരിക്കുന്ന ഒരു കാര്യമാണത്. അത് കേവലം പഠനം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന, ഗവേഷണം കൊണ്ടോ പഠനം കൊണ്ടോ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ടോ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ല, അത് അനുഭവിച്ചറിയേണ്ട മുസാഹബത്താണ്. എന്നിട്ട് ഇമാം അവറുകൾ പറയാണ് വഇദാ കാനൽ മഖ്ലൂഖു യജിദു ഹാദാ ഫീ മഹബ്ബത്തിൽ മഖ്ലൂഖ്, ഒരു സൃഷ്ടിക്ക് ഈ പറയുന്ന അനുഭവം ഉണ്ടാകും. എപ്പോൾ? അവൻ വേറൊരു സൃഷ്ടിയോടുള്ള സ്നേഹത്തിൽ തന്നെ ഈ പറയുന്നൊരു അഗാധമായ ബന്ധം അനുഭവിക്കാൻ സാധിക്കും. ഒരു സൃഷ്ടി വേറൊരു സൃഷ്ടി എന്ത് ചെയ്യുന്നു? സ്നേഹിക്കുമ്പോൾ തന്നെ ഈ പറയുന്ന മഹബത്തിൻ്റെ ഒരനുഭവം പലപ്പോഴും ഉണ്ടാകലുണ്ട്. എന്നാൽ ലം യുഖ്ലഖ് ലഹ, ഈ സൃഷ്ടികളെ സൃഷ്ടിക്കപ്പെട്ട അതിനു വേണ്ടിയിട്ടാണോ? ഈ സൃഷ്ടി വേറൊരു സൃഷ്ടിയെ ഇങ്ങനെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണോ അവൻ സൃഷ്ടിക്കപ്പെട്ടത്? അല്ല. വലം യുഫ്തർ അലിഹ, അതിനു വേണ്ടിയിട്ടല്ല മനുഷ്യന് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. എന്നിട്ട് പോലും സൃഷ്ടികൾ തമ്മിലുള്ള സ്നേഹത്തിൽ വരെയും ഈ പറയുന്ന ഈ ഒരു മുസാഹബത്ത്, ഈ ഒരു കൂട്ടുകെട്ടിൻ്റെ അനുഭവം പലപ്പോഴും ദൃശ്യമാണ്. ഏതുപോലെ കമാ ഖാല ബഅദുൽ മുഹിബ്ബീൻ, ചില ഈ രോഗം ബാധിച്ചിരിക്കുന്ന മുഹിബ്ബീങ്ങൾ പറയുന്നത് പോലെ, ഒരു കവി പറയുകയാണ് ഖയാലു ഖഫി ഐനി വദിക്റു ഖഫി ഫമി, എൻ്റെ കണ്ണ് നിറയെ നിന്റെ രൂപമാണ്, ഞാൻ കണ്ണടച്ചിരുന്നാലും നിന്റെ രൂപമാണ് എൻ്റെ കണ്ണ് നിറയെ. വദിക്റു ഖഫി ഫമി, എൻ്റെ വായ നിറയെ നിന്നെക്കുറിച്ചുള്ള സംസാരമാണ്, എപ്പോഴും ഞാൻ നിന്നെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വമസ്വാക ഫീ ഖൽബി ഫഅയ്ന തഗീബു, നിന്റെ ഇരിപ്പിടമാകട്ടെ എൻ്റെ ഹൃദയത്തിലാണ്, നീ എവിടെയാണ് പോയി ഒളിച്ചിരിക്കുന്നത് എന്ന് ഒരാൾ
അവൻ്റെ സ്നേഹിതയെക്കുറിച്ച് പാടിയതുപോലെ. അപ്പോൾ മനുഷ്യന്മാർ പരസ്പരമുള്ള സ്നേഹത്തിൽ വരെയും ഈ പറയുന്ന കാര്യം ദൃശ്യമാണ്. വഖാലൽ ആഖിർ, വേറൊരു കവി പറഞ്ഞു, വമിൻ അജബിൻ അന്നി അഹിന്നു ഇലൈഹിം ഫഅസ്അലു അൻഹും മൻ ലഖീതു വഹും മഈ. ഒരു കവി ഈ പറയുന്ന രോഗം ബാധിച്ചിരിക്കുന്നയാൾ അത്ഭുതം കൊള്ളുകയാണ്. അന്നി അഹിന്നു ഇലൈഹിം, ഞാൻ അവരിലേക്ക് ഷൗക്കുള്ളവനാണ്, സ്നേഹമുള്ളവനാണ്, ഞാൻ അവരെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെ ഫഅസ്അലു അൻഹും മൻ ലഖീതു, കാണുന്ന ആളുകളോടെല്ലാം ഞാൻ എന്ത് ചെയ്യും? അവരെക്കുറിച്ച് പറയും, അവരെക്കുറിച്ച് ചോദിക്കും. ഞാൻ ആരെയാണോ സ്നേഹിക്കുന്നത് അവരെക്കുറിച്ച് കാണുന്ന ആളുകളോടെല്ലാം ഞാൻ ചോദിക്കും. വഹും മഈ, അവരാകട്ടെ എൻ്റെ കൂടെ തന്നെയുണ്ട്. പക്ഷെ എപ്പോഴും ഞാൻ എന്ത് ചെയ്യുന്നു? അവരെക്കുറിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. വതതുലുബുഹും ഐനി വഹും ഫീ സവാദിഹ, എൻ്റെ കണ്ണെപ്പോഴും അവരെ തേടിക്കൊണ്ടിരിക്കുകയാണ്. അവരെവിടെയാണ്? എൻ്റെ സ്നേഹിത എവിടെയാണ്? സ്നേഹിതൻ എവിടെയാണ്? അവരെങ്ങനെ തേടിക്കൊണ്ടിരിക്കുകയാണ് അവനെവിടെയാണ് എന്ന്. അവനാകട്ടെ എൻ്റെ നേരെ മുന്നിലുണ്ട്. പക്ഷെ അപ്പോഴും എൻ്റെ കണ്ണെപ്പോഴും ചെയ്യുന്നു, ഇങ്ങനെ തേടിക്കൊണ്ടിരിക്കുന്നു. വയഷ്താഖുഹും ഖൽബി വഹും ബൈന അദ്ലുഇ, എൻ്റെ ഹൃദയം അവരിലേക്ക് ഷൗക്കുള്ളതാണ്. അതായത് അവരെ പ്രാപിക്കാൻ വേണ്ടിയിട്ട് വേഗതയിൽ സഞ്ചരിക്കുകയാണ്. വഹും ബൈന അദ്ലുഇ, ഏതവസ്ഥയിൽ? അവരാകുന്നത് എൻ്റെ വാരിയല്ലുകളുടെ ഇടയിലാണ്. അപ്പോഴും എൻ്റെ ഹൃദയം അവരെ പ്രാപിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന അവസ്ഥ സൃഷ്ടികൾ തമ്മിലുണ്ട് എന്ന് പറയാൻ ഉദാഹരണം പറയുകയാണ് ഇമാം അവറുകൾ. അതേപോലെ തന്നെ മറ്റൊരു കവി പറയുന്നു, ഇൻ ഖുൽതു ഗിബ്തി ഫഖൽബി ലാ യുസദ്ദിഖുനി, ഞാൻ നിന്നോട് പറയുകയാണ് നീ എന്നെ വിട്ടുപോയല്ലോ എന്ന് ഞാൻ പറഞ്ഞാൽ ഫഖൽബി ലാ യുസദ്ദിഖുനി, എൻ്റെ ഹൃദയം അത് സത്യപ്പെടുത്തൂല. എൻ്റെ ഹൃദയം പറയും നീ പറഞ്ഞ കളവാണെന്ന്. കാരണം ഇത് അൻത ഫീഹി മകാന സിരി ലം തഗ്ബി, കാരണം എന്തുണ്ട്? നീ എൻ്റെ ഹൃദയത്തിലുണ്ട്, രഹസ്യമായ സ്ഥലത്ത് നീ എൻ്റെ ഹൃദയത്തിൽ ഒളിച്ചിരിക്കുന്നുണ്ട്, നീ എവിടെയും പോയിട്ടില്ല. അതുകൊണ്ട് എൻ്റെ ഹൃദയം എന്ത് ചെയ്യും? നീ പറയുന്നത് കളവാണ് എന്ന് പറയും. ഔ ഖുൽതു മാ ഗിബ്തി ഖാല ത്വർഫു ദാ കദിബുൻ, അല്ലെങ്കിൽ ഞാൻ പറയുകയാണ് നീ എവിടെയും എന്നെ വിട്ടു പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ മറ്റേ ഭാഗം പറയും ദാ നീ പറഞ്ഞ കളവാണ്. ഫഖദ് തഹയ്യർതു ബൈന സ്സുദ്ഖി വൽ കദിബ്, അങ്ങനെ ഈ സത്യത്തിൻ്റെയും കളവിൻ്റെയും ഇടയിൽ ഞാൻ ആകെ പരിഭ്രമിച്ച് നിൽക്കുകയാണ് എന്ന് എന്ത് ചെയ്യും? ഈ സ്നേഹം മൂത്ത് പ്രേമം മൂത്ത് ഭ്രാന്ത് പിടിച്ച് പറയുന്ന ആളുകൾ പറയുന്നതാണ്. അപ്പോൾ ഫലൈസ ശൈഉൻ അദ്നാ ഇലൽ മുഹിബ്ബി മിൻ മഹബൂബിഹി, ഒരു സ്നേഹിതന് അവൻ്റെ സ്നേഹിതനേക്കാൾ അവനിലേക്ക് അടുത്ത വേറൊരു വസ്തുവില്ല. ഇങ്ങനെ ഒരാൾ വേറൊരാൾ സ്നേഹിച്ചാൽ ആ സ്നേഹിക്കപ്പെടുന്നവനായിരിക്കും ഇവനിലേക്ക് ഏറ്റവും അടുത്തുള്ളയാൾ, സമീപസ്ഥനായത് അവനായിരിക്കും. അവൻ ആരെയാണോ സ്നേഹിക്കുന്നത് അവനായിരിക്കും. എത്രത്തോളം എന്നാൽ വറുബ്ബമാ തമക്കനത് മിൻഹുൽ മഹബ്ബതു ഹത്താ യസീറ അദ്നാ ഇലൈഹി മിൻ നഫ്സി, എത്രത്തോളം എന്നാൽ ചിലപ്പോൾ ഈ മഹബ്ബത്ത് എന്ത് ചെയ്യും? അത് എന്ത് ചെയ്യും? യസീറ അദ്നാ ഇലൈഹി, അവൻ്റെ സ്വന്തം നഫ്സിനേക്കാൾ അവനിലേക്ക് എന്ത് ചെയ്യും? അടുപ്പിക്കും അവൻ്റെ മഹബൂബിനെ. എന്ന് പറഞ്ഞാൽ ബിഹൈസു യൻസാ നഫ്സഹു വലാ യൻസാ, അവൻ്റെ നഫ്സിനെ തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും? മറക്കും. പക്ഷെ അവൻ്റെ സ്നേഹിതനെ മറക്കൂല. ആ അവസ്ഥയിൽ വരെ എന്ത് ചെയ്യും? എത്താനും സാധ്യതയുണ്ട്. ഏതുപോലെ കവി പറഞ്ഞതുപോലെ ഉരീദു ലി അൻസാ ദിക്റഹാ ഫകഅന്നമാ, ഞാൻ അവളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് മറന്നു കളയാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. തുമസ്സലു ലി ലൈല ബികുല്ലി സബീൽ, പക്ഷെ ലൈല എൻ്റെ മുന്നിൽ ഇങ്ങനെ എല്ലാ വഴിയിലും, ഞാൻ അവളെ എത്ര മറക്കാൻ ശ്രമിച്ചാലും എന്ത് ചെയ്യാണ്? എവിടെ നോക്കിയാലും അവൾ എൻ്റെ മുന്നിൽ ഇങ്ങനെ വന്ന് പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പം എൻ്റെ മനസ്സിൽ മുഴുവൻ എന്ത് ചെയ്യുന്നു? ഏത് ഭാഗത്തു നിന്നും അവൻ അവളിലേക്ക് വരികയാണെന്ന് അർത്ഥം. മറ്റൊരാൾ പറഞ്ഞു യുറാദു മിനൽ ഖൽബി നിസ്യാനുകും വതഅബത്തിബാഉ അലൻ നാഖിലി, ഹൃദയം നിങ്ങളെ മറക്കുന്നതിൻ്റെ മേൽ ഉദ്ദേശിക്കുന്നു, പക്ഷെ പ്രകൃതി അതിനെ നീക്കം ചെയ്യാൻ എന്ത് ചെയ്യുന്നില്ല? സാധിക്കുന്നില്ല. അത് എന്ത് ചെയ്യുന്നു? ഹൃദയത്തിലേക്ക് വീണ്ടും വീണ്ടും കടന്നു വരികയാണ് എന്നർത്ഥം. അപ്പോൾ സ്വന്തം നഫ്സിനെ തന്നെ മറന്ന് ഇതുപോലുള്ള രോഗങ്ങൾ പലപ്പോഴും എന്ത് ചെയ്യും? ഒരാളുടെ നഫ്സിനെ നശിപ്പിക്കുന്നതാണ്. അതാണ് പറഞ്ഞത്, ഒരാളുടെ ജീവിതം നശിപ്പിക്കും. അവൻ്റെ മക്കളുടെ, അവൻ്റെ ഭാര്യമാരുടെ, കുടുംബത്തിൻ്റെ, സമൂഹത്തിൻ്റെ മുഴുവൻ നാശത്തിന് ഇടയാക്കുന്ന കാര്യങ്ങളാണ് പലപ്പോഴും ഇത്. അപ്പോൾ അതെല്ലാം നശിച്ചാലും വേണ്ടില്ല എന്നുള്ള നിലയിൽ എന്ത് ചെയ്യുന്നു? സ്വന്തം നഫ്സിനെ തന്നെ മറന്നിട്ട് പലപ്പോഴും എന്ത് ചെയ്യും? ഈ സ്നേഹത്തിൻ്റെ പിന്നാലെ മനുഷ്യന്മാർ പോകലുണ്ട്.
അപ്പോൾ പരസ്പരം സൃഷ്ടികൾ തമ്മിൽ സ്നേഹിക്കുമ്പോൾ തന്നെ ഇതുപോലുള്ള അവസ്ഥകൾ ഉണ്ടാകലുണ്ട്. എന്നാൽ സൃഷ്ടികളെ സൃഷ്ടിക്കപ്പെട്ടത് എന്തിനു വേണ്ടിയിട്ടല്ല? ഈ രീതിയിൽ സ്നേഹം സ്ഥാപിക്കാനല്ല, സൃഷ്ടാവിനെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്തിരിക്കുന്നത്, മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നിട്ട് ഇമാമോറുകൾ പറയുകയാണ്, വഖസ്സ ഫിൽ ഹദീസ് അസ്സംഅ വൽ ബസർ വൽ യദ വൽ റിജ്ല ബിദ്ദിക്രി. ഈ ഹദീസിൽ ഞാൻ അവൻ്റെ കേൾവിയും കാഴ്ചയും കൈയും കാലുമായി തീരുമെന്നാണ് പറഞ്ഞത്. ഈ അവയവങ്ങളെ മാത്രം പ്രത്യേകമാക്കി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്താണ് അങ്ങനെ പ്രത്യേകമാക്കി ഈ അവയവങ്ങൾ മാത്രം പറയാൻ കാരണം? ഫഇന്ന ഹാദിഹിൽ ആലാതി ആലാത്തുൽ ഇദ്റാകി വ ആലാത്തുൽ ഫിഅൽ. കാരണം ഈ അവയവങ്ങളാണ് മനുഷ്യൻ മറ്റുള്ള കാര്യങ്ങളെ പിടിച്ചെടുക്കുന്നതും അതിനുശേഷം അത് മുഖേന അതിൽ സ്വാധീനം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന മറ്റുള്ള അവയവങ്ങളുമാണിത്. അപ്പോൾ അവൻ്റെ ഹൃദയത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവരുന്നതും അതേപോലെ തന്നെ കൊണ്ടുവന്നിരിക്കുന്ന കാര്യങ്ങൾ അതിനനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന അവയവങ്ങളാണ്. വസംഉ വൽ ബസറു യൂരിദാനി അലൽ ഖൽബി. സംഉം ബസറും എന്ത് ചെയ്യുന്നു? ഹൃദയത്തിലേക്ക് അൽ ഇറാദത്ത്, ഉദ്ദേശങ്ങളെ കൊണ്ടുവരുന്നു. അതേപോലെ വൽ കറാഹ, വെറുപ്പുകളെയും കൊണ്ടുവരുന്നു. സ്നേഹവും വെറുപ്പുമെല്ലാം ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്താണ്? അവൻ്റെ കേൾവിയും അതേപോലെ തന്നെ കാഴ്ചയുമാണ്. യജ്രിബാനി ഇലൈഹിൽ ഹുബ്ബ വൽ ബുഗ്ദ. സ്നേഹവും വെറുപ്പുമെല്ലാം ഹൃദയത്തിലേക്ക് വലിച്ചു കൊണ്ടുവരികയാണ്. അങ്ങനെ ഫയസ്തഅമിലുൽ യദ വൽ റിജ്ല, അതെന്ത് ചെയ്യുന്നു? പിന്നീട് കൈയും കാലുമെല്ലാം അതിനെ പ്രവർത്തിപ്പിക്കുന്നു. ആ ഹൃദയം എന്ത് ചെയ്യുന്നു? കൈയിനെ കൊണ്ട് കാലിനെ കൊണ്ട് പിന്നെ എന്ത് ചെയ്യുന്നു? ജോലി എടുപ്പിക്കുന്നു. ഫഇദാ കാന സംഉൽ അബ്ദി ബില്ലാ. അപ്പോൾ പിന്നെ ഒരാളുടെ സംഅ്, കേൾവി, അത് അള്ളാഹുവിനെ കൊണ്ടായി മാറിയാൽ, വബസറുഹു ബില്ലാ, അവൻ്റെ കാഴ്ച അള്ളാഹുവിനോട് കൂടെയുള്ള കാഴ്ചയായി മാറിയാൽ, കാന മഹ്ഫൂദൻ ഫി ആലാത്തി ഇദ്റാകിഹി, അവൻ്റെ ആലാത്തുൽ ഇദ്റാക്ക്, അതായത് കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള അവയവങ്ങൾ സംരക്ഷിക്കപ്പെട്ടതായി മാറി. വകാന മഹ്ഫൂദൻ ഫി ഹുബ്ബിഹി വബുഗ്ളി, ആരെ സ്നേഹിക്കണം ആരെ വെറുക്കണം എന്നുള്ള കാര്യത്തിൽ അവൻ സുരക്ഷിതനാണ്. അള്ളാഹു ഇഷ്ടപ്പെടുന്നതിനെ പിന്നെ അവൻ എന്ത് ചെയ്യുള്ളൂ? ഇഷ്ടപ്പെടുള്ളൂ. അള്ളാഹു വെറുക്കുന്നതിന് അവനും എന്ത് ചെയ്യും? വെറുക്കും. ഫഹുഫിള ഫീ ബതുശിഹി വമശി, അങ്ങനെ സംഭവിച്ചാൽ പിന്നെ അവൻ്റെ പിടുത്തത്തെ സംരക്ഷിക്കപ്പെട്ടു, അതേപോലെ തന്നെ അവൻ്റെ നടത്തത്തെയും എന്ത് ചെയ്തു? സംരക്ഷിക്കപ്പെട്ടു. അപ്പോൾ അവൻ്റെ മനസ്സിലേക്ക് ഉദ്ദേശങ്ങളെയും സ്നേഹത്തെയും ബുഗ്ളിനെയും എല്ലാം കൊണ്ടുവരുന്നതായ അവയവങ്ങളെയും പറഞ്ഞു. അത് മുഖേന പിന്നീട് എന്ത് ചെയ്യുന്നു? അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആലാത്തുകൾ കയ്യും കാലുമാണ് എന്ത് ചെയ്തത്? പ്രത്യേകം പറഞ്ഞത്. വതഅമ്മൽ, ചിന്തിച്ചു നോക്കുക. അതുകൊണ്ടാണ് ഖുർആനിൽ പറയുന്നത് കാണാം, ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. കേൾവി, അതേപോലെ തന്നെ കാഴ്ച, വൽ ഫുആദ്, ഹൃദയം, ഇവകളെക്കുറിച്ചെല്ലാം എന്ത് ചെയ്യപ്പെടും? ചോദിക്കപ്പെടും. ഇവിടെ ആദ്യം മുന്തിച്ച് പറഞ്ഞത് കേൾവിയെയും കാഴ്ചയെയുമാണ്. അതാണ് എന്ത് ചെയ്യുന്നത്? ഹൃദയത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവരുന്നത്. അതാണ് ഹൃദയം പിന്നീട് എന്ത് ചെയ്യുന്നത്? കൽപ്പനയായി ബാക്കിയുള്ള അവയവങ്ങൾ കൊടുക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. എന്നിട്ട് ഇമാമുകൾ പറയാണ്, വതഅമ്മൽ കൈഫ ഇക്തഫാ ബിദിക്രി സമഇ വൽ ബസരി വൽ യദി വൽ റിജ്ലി അനിൽ ലിസാൻ. ഇവിടെ കേൾവി പറഞ്ഞു, കാഴ്ച പറഞ്ഞു, കൈ പറഞ്ഞു, കാല് പറഞ്ഞു. അവകളിൽ എങ്ങനെയാണ് മതിയാക്കിയിരിക്കുന്നത് ഈ ഹദീസിൽ? എന്തിനെ പറയാതെ അനിൽ ലിസാനി, നാവിനെ പറയാതെ? അതിനെക്കുറിച്ച് നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഫഇന്നഹു ഇദാ കാന ഇദ്റാഖു സമഇ അല്ലദി യഹ്സുലു ബിഖ്തിയാരിഹി താറതൻ. അതിന് കാരണം എന്താ? അതിനുള്ള കാരണം സമഉ കൊണ്ടുള്ള ഗ്രഹിക്കൽ, കാര്യങ്ങൾ കേൾവി കൊണ്ട് ഒരാൾ എന്ത് ചെയ്യുന്നു? ഒരു കാര്യം ഗ്രഹിക്കുന്നു, മനസ്സിലാക്കുന്നു. ആ മനസ്സിലാക്കൽ അല്ലദി യഹ്സുലു ബിഖ്തിയാരിഹി താറതൻ, ചിലപ്പോൾ അവനത് സ്വന്തം ഇഷ്ടപ്രകാരമായിരിക്കും എന്ത് ചെയ്യുന്നത്? കേൾക്കുന്നത്. വബിഗൈരി ഇഖ്തിയാരിഹി താറതൻ, വേറെ ചിലപ്പോൾ ഇഷ്ടമില്ലാതെയും എന്ത് ചെയ്തേക്കാം? കേൾക്കാൻ ഇടയായേക്കാം ചില കാര്യങ്ങൾ. അപ്പോൾ ചില കേൾവി കൊണ്ടുള്ള ഇദ്റാക്ക്, കാര്യങ്ങൾ ഗ്രഹിക്കൽ, അവന് ഇഷ്ടത്തോടെയും സാധിക്കലുണ്ട്. ചിലപ്പോൾ ഇഷ്ടമല്ലാത്ത കാര്യം എന്ത് ചെയ്യും? അവൻ്റെ ഹൃദയത്തിലേക്ക് കൊണ്ടെത്തിക്കും. അതുകൊണ്ടാണ് അതിനെന്ത് സംരക്ഷണം ആവശ്യമാണ്. അതേപോലെ തന്നെ വകദാലിക്കൽ ബസറു, കാഴ്ചയും അതുപോലെ തന്നെയാണ്. ഖദ് യഖഉ ബിഗൈരിൽ ഇഖ്തിയാരി ഫുജ്അ, ചിലപ്പോൾ ഇഷ്ടമില്ലാതെ ഫുജ്അതൻ, വളരെ പെട്ടെന്ന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അവൻ്റെ കണ്ണിലേക്ക് എന്ത് ചെയ്തേക്കാം? കടന്നു വന്നേക്കാം. വകദാലിക ഹറകത്തുൽ യദി വൽ റിജ്ലി,
അല്ലത്തി ലാ ബുദ്ദ ലിൽ അബ്ദി മിൻഹുമാ. അതേപോലെ തന്നെയാണ് കയ്യിൻ്റെയും കാലിൻ്റെയും കാര്യങ്ങൾ. ഇവകൾ കൂടാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു അടിമയ്ക്ക് ഒരു കാര്യം ചെയ്യാനും പറ്റുകയില്ല. ഒരാൾക്ക് ഒരു കാര്യം പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? അവൻ്റെ കൈ അനിവാര്യമായത് തന്നെയാണ്. ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പുറപ്പെടണമെങ്കിൽ എന്ത് വേണം? കാല് വേണം. അതേപോലെ തന്നെ കൈ അനക്കാൻ സാധിക്കണം. ഇത് കൂടാതെ ഒരു മനുഷ്യന് കാര്യം ചെയ്യാൻ സാധിക്കുകയില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത് പറഞ്ഞത്. എന്നാൽ ഫകൈഫ ബിഹറകത്തിൽ ലിസാൻ, എന്നാൽ നാവിൻ്റെ ചലനം എങ്ങനെയാണ്? അല്ലത്തി ലാ തഖഉ ഇല്ലാ ബിഖസ്ദിൻ വഖ്തിയാരിൻ, അത് ഉദ്ദേശത്തോടെയാണ് എന്ത് ചെയ്യുക, സംഭവിക്കുക. നാവ് ഒരാൾക്ക് സംസാരിക്കേണ്ട എന്ന് തോന്നിയാൽ എന്ത് ചെയ്യാം? സംസാരിക്കാതിരിക്കാം. അതേപോലെ തന്നെ മിണ്ടാതിരിക്കണം തോന്നിക്കഴിഞ്ഞാൽ മിണ്ടാതിരിക്കാൻ പറ്റുമവന്. പക്ഷെ കേൾവി അങ്ങനെയല്ല. കേൾവി സ്വാഭാവികമായിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യും? കേൾക്കണ്ട എന്ന് തോന്നിയാലും ചിലപ്പോൾ ചില കാര്യങ്ങൾ എന്ത് ചെയ്യും? കേൾക്കും. കാണണ്ട എന്ന് തോന്നിയാലും ചിലപ്പോൾ ചില കാര്യങ്ങൾ മുന്നിൽ എന്ത് ചെയ്തേക്കും? വന്നേക്കും. കൈയും കാലും അതേപോലെ തന്നെ. അതില്ലാതെ ഈ കാര്യങ്ങൾ പ്രവർത്തികൾ ചെയ്യാനും സാധിക്കുകയില്ല. എന്നാൽ നാവിൻ്റെ കാര്യം എന്തല്ല, അപ്രകാരമല്ല. ഒരാൾക്ക് മിണ്ടാതിരിക്കണം തോന്നിയാൽ മിണ്ടാതിരിക്കാം എന്നുള്ളത് കൊണ്ടാണ്. വഖദ് യസ്തഗ്നിൽ അബ്ദു അൻഹാ ഇല്ലാ ഹൈഥു ഉമിറ ബിഹാ. അപ്പോൾ ഇതിനെ തൊട്ട് എന്ത് ചെയ്തിരിക്കുന്നു? ഒരു അടിമ, അത് പറയുന്നതിനെ തൊട്ട് ഒരു അടിമ ധന്യനായിരിക്കുകയാണ്. അപ്പോൾ അത് എന്ത് ചെയ്യേണ്ടതില്ല എന്നർത്ഥം, പ്രത്യേകിച്ച് പരാമർശിക്കപ്പെടേണ്ട ആവശ്യമില്ല. അപ്പോൾ അത്ര സൂക്ഷ്മമായിട്ടാണ് അള്ളാഹു എന്ത് ചെയ്തിരിക്കുന്നത്? ഈ പറയുന്ന ഖുദൂസിയായ ഹദീസിൽ ആ വിഷയം പരാമർശിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന കേൾവിക്കും അതേപോലെ തന്നെ കാഴ്ചക്കും എന്ത് വേണം? സംരക്ഷണം കിട്ടേണ്ടതുണ്ട്. സംരക്ഷണം കിട്ടണമെങ്കിൽ ഈ പറയുന്ന മാർഗമാണ് അവൻ അവലംബിക്കേണ്ടത് എന്നർത്ഥം. വഅയ്ളൻ ഫൻഫിആലുൽ ലിസാനി അനിൽ ഖൽബി അതമ്മു മിൻ ഇൻഫിആലി സാഇൽ ജവാരിഹ്. അതേപോലെ തന്നെ ലിസാൻ ഹൃദയത്തിൽ ഉണ്ടാകുന്ന കാര്യത്തെ തൊട്ട് അതിൻ്റെ സ്വാധീനം നാവിൽ ഉണ്ടാവുക എന്നുള്ളത് അതമ്മു മിൻ ഇൻഫിആലി സാഇൽ ജവാരിഹ്, മറ്റുള്ള അവയവങ്ങളിൽ അത് സ്വാധീനം ചെലുത്തുന്നതിനേക്കാൾ സമ്പൂർണ്ണമായിട്ട് എന്ത് ചെയ്യും? നാവിൽ സ്വാധീനം ചെലുത്തും. ഫഇന്നഹു തുർജമാനുഹു വറസൂലുഹു, ഹൃദയത്തിൻ്റെ ഒരു തർജുമക്കാരനാണ് ആര്? നാവ് എന്നുള്ളത്. അതിൻ്റെ ദൂതനാണ് നാവ് എന്നുള്ളത് എന്നുമാണ്. എന്നിട്ട് ഇമാം അവറുകൾ പറയുകയാണ്, വതഅമ്മൽ, നീ ഒന്ന് ചിന്തിച്ചു നോക്കുക, കൈഫ ഹഖഖ തആല കൗനൽ അബ്ദി ബിഹി സംഉഹു വബസറുഹു വബത്ഷുഹു വമശിയുഹു ബിഖൗലി. എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ ഒരു അടിമയുടെ സംഉം ബസറും അതേപോലെ തന്നെ കേൾവിയും കാഴ്ചയും പിടുത്തവും നടത്തവുമെല്ലാം അവനായി തീരും എന്ന് ആ പ്രയോഗം അള്ളാഹു നടത്തിയിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. കുന്തു സംഅഹു അല്ലദി യസ്മഉ ബിഹി, ഞാൻ അവൻ്റെ സംആകും. ആ സംഅ കൊണ്ടാണ് അവൻ എന്ത് ചെയ്യുന്നത്? കേൾക്കുന്നത്. വബസറഹു അല്ലദി യുബ്സിറു ബിഹി, ഞാൻ അവൻ്റെ ബസറാകും. അതുകൊണ്ടാണ് അവൻ എന്ത് ചെയ്യണത്? കാണുന്നത്. വയദഹു അല്ലത്തി യബ്തുഷു ബിഹ, അവൻ്റെ കൈ ഞാനാകും. അതുകൊണ്ടാണ് അവൻ എന്ത് ചെയ്യുന്നത്? പിടിക്കുന്നത്. വരിജിലഹു അല്ലത്തി യംശി ബിഹ, അവൻ ഏതൊരു കാലുകൊണ്ടാണോ നടക്കുന്നത് അത് ഞാനായിത്തീരും. തഹ്ഖീഖൻ ലികൗനിഹി മഅ അബ്ദിഹി, ഇത് അള്ളാഹു അവൻ്റെ അടിമയോട് കൂടെ മുസാഹബത്തുണ്ട്, കൂടെ ആവുക എന്നുള്ള മഅയ്യത്ത്, അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഒരു സാമീപ്യം, മഅയ്യത്തിനെയാണ് എന്ത് ചെയ്യണത്? കൂടെ ഉണ്ടാവുക എന്നുള്ളതിനെയാണ് സൂചിപ്പിക്കുന്നത്. വകൗനി അബ്ദിഹി ഫി ഇദ്റാകാതിഹി ബിസംഇഹി വബസരിഹി വഹറകാതിഹി ബിയദിഹി വരിജ്ലിഹി, അതായത് അവൻ്റെ കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ളതായ കഴിവുകളിൽ, കേൾവിയിലും കാഴ്ചയിലും, അതേപോലെ അവൻ്റെ ചലനശേഷിയിൽ, അവൻ്റെ കൈയിനെ ചലിപ്പിക്കുന്നതിൽ കാലിനെ ചലിപ്പിക്കുന്നതിലുമെല്ലാം അള്ളാഹു അവൻ്റെ കൂടെയാകും എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്? ഇത് പഠിപ്പിക്കുന്നത്. എന്നിട്ട് ഇമാം അവറുകൾ പറയുകയാണ്, വതഅമ്മൽ കൈഫ ഖാൽ, നീ ഒന്ന് ചിന്തിച്ചു നോക്ക്, എങ്ങനെയാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നത്? ഫബി യസ്മഅ, എന്നെ കൊണ്ടവൻ എന്ത് ചെയ്യും? കേൾക്കും. വബി യുബ്സിർ, എന്നെ കൊണ്ടവൻ എന്ത് ചെയ്യും? കാണും എന്ന് പറഞ്ഞാൽ വലം യഖുൽ, അവൻ പറഞ്ഞില്ല ഫലി യസ്മഉ വലി യുബ്സിറു, എനിക്ക് വേണ്ടി അവൻ കാണുമെന്നോ എനിക്ക് വേണ്ടി അവൻ കേൾക്കുമെന്നോ എന്നല്ല പറഞ്ഞത്. എനിക്ക് വേണ്ടിയിട്ട് അവൻ കാണുന്നു, എനിക്ക് വേണ്ടിയിട്ട് അവൻ കേൾക്കുന്നു എന്നല്ല പറഞ്ഞത്. വറുബമാ യദുന്നു ظنان അന്ന ലാമ ഔലാ ബിഹാദൽ മൗദി, ചില തെറ്റായി ധരിച്ച ആളുകൾ ധരിച്ചേക്കാം ഇവിടെ എനിക്ക് വേണ്ടി അവൻ കാണുകയും കേൾക്കുകയും ചെയ്യും എന്ന് പറയലായിരുന്നു കൂടുതൽ അനുയോജ്യമായത് എന്ന് ചില ആളുകൾ ധരിച്ചേക്കാം. ഇത് ഹിയ അദല്ലു അലൽ ഗായ, കാരണം അതാണ്
ലക്ഷ്യത്തിലേക്ക് കൂടുതൽ എന്ത് ചെയ്യുന്നത് അനുയോജ്യമായി തീർന്നിരിക്കുന്നത്. എനിക്ക് വേണ്ടിയിട്ട് അവൻ പിന്നെന്ത് ചെയ്യും, കാണും. എനിക്ക് വേണ്ടിയിട്ട് അതാണ് കൂടുതൽ അനുയോജ്യമായിരിക്കുന്നത് എന്ന് ചില ആളുകൾ ധരിച്ചേക്കാം. വവുഖൂഉ ഹാദിഹിൽ ഉമൂരി ലില്ലാ, ഈ കാര്യങ്ങളെല്ലാം അള്ളാഹുവിന് വേണ്ടി മാത്രമാവുക. വദാലിക അഖസ്സു മിൻ വുഖൂഇഹാ ബിഹി, എന്നാൽ വദാലിക അഖസ്സു മിൻ വുഖൂഇഹാ ബിഹി, മാത്രമല്ല അങ്ങനെ അവന് വേണ്ടിയിട്ട് സംഭവിക്കുക എന്നുള്ളത്, അവന് വേണ്ടിയിട്ട് കാണുകയും കേൾക്കുകയും പിടിക്കുകയും നടക്കുകയും ചെയ്യുക എന്നുള്ളത് അവനെ കൊണ്ട് അവനോട് കൂടെ അത് സംഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്തേക്കാം, പ്രത്യേകമായ ഒരു അർത്ഥം അതിന് നൽകിയേ കിട്ടും എന്ന് ചില ആളുകൾ ധരിച്ചിട്ടുണ്ട്. അള്ളാഹുവിന് വേണ്ടി ഇതെല്ലാം എന്നാണ് ചില ആളുകൾ അതിനെ ധരിച്ചത്. എന്നാൽ വഹാദ മിനൽ വഹ്മി വൽ ഗലത്ത്, അത് അവരുടെ ധാരണ പിശകാണ്, തെറ്റായ ധാരണയാണ്. കാരണം ഇത് ലൈസത്തിൽ ബാഉഹാഹുന ബി മുജറദിൽ ഇസ്തിആന, ഇവിടെ ഈ ഫബി യസ്മ, എന്നെ കൊണ്ട് അവൻ കേൾക്കും എന്ന് പറഞ്ഞാൽ ആ ബാ എന്നെ കൊണ്ട് എന്നുള്ളത് കേവലം അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് ഞാൻ അവൻ എന്ത് ചെയ്യും, കേൾക്കുമെന്നല്ല. അത് മാത്രമല്ല അതിൻ്റെ അർത്ഥം. ഫഇന്ന ഹറകാത്തിൽ അബ്റാരി വൽ ഫുജ്ജാരി വ ഇദ്റാകാതിഹിം ഇന്നമാ ഹിയ ബിമഊനത്തില്ലാഹി ലഹും, അത് ശരി തന്നെ. അതായത് ഒരു നന്മ ചെയ്യുന്ന ആളുകളുടെയും തിന്മ ചെയ്യുന്ന ആളുകളുടെയും ചലനങ്ങളും അതേപോലെ തന്നെ അവർ കാര്യങ്ങൾ ഗ്രഹിക്കുന്നതുമെല്ലാം ആരുടെ സഹായം കൊണ്ട് തന്നെയാണ്? അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട്. അള്ളാഹുവിൻ്റെ സഹായമില്ലാതെ ഒരാൾക്ക് ചലിക്കാൻ തന്നെ സാധിക്കൂല. അപ്പം അതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്, അതല്ല അർത്ഥമാക്കുന്നത്. അങ്ങനെയാണ് ആരെങ്കിലും ധരിച്ചത് എങ്കിൽ എന്തല്ല, അതിൻ്റെ അള്ളാഹുവിന് വേണ്ടിയിട്ട് എന്നുള്ളതല്ല. അപ്പോൾ ഇവിടെ എന്താണ് ബി യസ്മഉ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് മാത്രം എന്താണ് അവൻ കാണുന്നു കേൾക്കും എന്നല്ല അതിൻ്റെ അർത്ഥം. അതെല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അള്ളാഹുവിൻ്റെ സഹായം കൊണ്ടാണ് ആര് കാണുന്നത്, മുഅ്മിൻ കാണുന്നതും കാഫിർ കാണുന്നതും സൽ പ്രവൃത്തി ചെയ്യുന്ന സ്വാലിഹായ വ്യക്തി കാണുന്നതും ഫാജിറായ വ്യക്തി കാണുന്നതും എന്ത് തന്നെയാണ്, അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് തന്നെയാണ്. എന്നാൽ വ ഇന്നൽ ബാഅഹാ ഹുനാ ലിൽ മുസാഹബ, പക്ഷെ ഇവിടെ ബി യസ്മഉ എന്ന് പറഞ്ഞാൽ അവിടെ മുസാഹബത്താണ്, അള്ളാഹുവിനോടുള്ള ആ സാമീപ്യമാണ് എന്ത് ചെയ്യണത് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഐ ഇന്നമാ യസ്മഉ, അതായത് അവൻ കേൾക്കുന്നു, വയുബ്സിറു കാണുന്നു, വയബ്തിഷു പിടിക്കുന്നു, വയംഷി നടക്കുന്നു, വ അന സ്വാഹിബുഹു മഅ, ഏതവസ്ഥയിൽ ഞാനാകുന്നത് അവൻ്റെ കൂടെ അവൻ്റെ സ്വാഹിബായിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. കഖൗലിഹി ഫിൽ ഹദീസിൽ ആഖർ, വേറൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അന മഅ അബ്ദി, ഖുദൂസിയ ഹദീസാണ്, അന മഅ അബ്ദി മാ ദക്കറനി വതഹറകത് ബി ശഫതാ, ഞാൻ എൻ്റെ അടിമയുടെ കൂടെ തന്നെയായിരിക്കും എപ്പോഴെല്ലാമാണോ അവൻ എന്നെക്കുറിച്ച് ഓർക്കുന്നത്, എപ്പോഴാണോ അവൻ്റെ ചുണ്ടുകൾ എന്നെക്കുറിച്ച് സംസാരിക്കുന്നത്, ദിക്ർ പറയുന്നത്, അപ്പോഴെല്ലാം ഞാൻ അവൻ്റെ കൂടെയായിരിക്കും എന്ന് പറഞ്ഞതുപോലെ. അപ്പം അള്ളാഹുവിൻ്റെ ആ മുസാഹബത്ത്, പ്രത്യേകമായ മഅയ്യത്ത്, കൂടെയാകലാണ് എന്ന് അതുകൊണ്ട് എന്ത് ചെയ്യണത് ഉദ്ദേശിക്കുന്നത്. വഹാദിഹി ഹിയൽ മഅയ്യത്തുൽ ഖാസ്സ, ഇതാണ് ഖാസ്സായ പ്രത്യേകമായ മഅയ്യത്ത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അള്ളാഹുവുമായിട്ടുള്ള പ്രത്യേകമായ ഒരു മഅയ്യത്തുണ്ട്. അൽ മദ്കൂറത്തു ഫീ ഖൗലിഹി തആല, അള്ളാഹുവിൻ്റെ കൗലുകളിൽ പറയപ്പെട്ടതാണത്. എന്താണത്? ലാ തഹ്സൻ, നീ ദുഃഖിക്കേണ്ടതില്ല, ഇന്നല്ലാഹ മഅന, നിശ്ചയമായും അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് എന്ന മഅയ്യത്ത് നമ്മുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മെ സഹായിക്കുമെന്നർത്ഥം. നേരത്തെ അല്ലാമ ഫൗസാൻ വിശദീകരിച്ചതുപോലെ അള്ളാഹുവിൻ്റെ സഹായം നമ്മുടെ കൂടെയുണ്ട്. അവൻ നമ്മുടെ കാഴ്ചയുടെ കാര്യത്തിൽ, കേൾവിയുടെ കാര്യത്തിൽ, അതേപോലെ മറ്റുള്ള ഹറക്കാത്തുകളുടെ കാര്യത്തിൽ അവൻ്റെ സഹായം നമ്മുടെ കൂടെയുണ്ട് എന്നാണ് അർത്ഥം. വഖൗലി അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്യം പോലെ, മാ വന്നുക ബിസ്നൈനി അല്ലാഹു സാലിസുഹുമാ, എന്താണ് അബൂബക്കറെ നിന്റെ ധാരണ രണ്ടാളുകളെ കുറിച്ച്? അള്ളാഹു അവരിൽ മൂന്നാമനായിട്ടുണ്ട്, അപ്പം അള്ളാഹു എൻ്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞ ആ മഅയ്യത്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. വഖൗലുഹു തആല, വീണ്ടും അള്ളാഹുവിൻ്റെ വാക്ക് പോലെ, വ ഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ, നിശ്ചയമായും അള്ളാഹു സുബ്ഹാനഹു വ തആല മുഹ്സിനീങ്ങളുടെ, സുകൃതം ചെയ്യുന്ന, അള്ളാഹുവിനെ കണ്ടുകൊണ്ട് ഇബാദത്ത് ചെയ്യുന്ന, കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യുന്ന മുഹ്സിനീങ്ങളുടെ കൂടെയാണ് എന്ന് അള്ളാഹു പറഞ്ഞതുപോലെ. വഖൗലിഹി ഇന്നല്ലാഹ മഅല്ലദീന തഖൗ വല്ലദീന ഹും മുഹ്സിനൂൻ, നിശ്ചയമായും അള്ളാഹു സുബ്ഹാനഹു വ തആല തഖ്വ ചെയ്യുന്ന ആളുകളുടെ കൂടെയാണ്, ഇഹ്സാൻ ചെയ്യുന്ന മുഹ്സിനീങ്ങളുടെ കൂടെയാണ് എന്ന് അള്ളാഹു പറഞ്ഞതുപോലെ ആ മഅയ്യത്താണ് അതിൻ്റെ ഉദ്ദേശം.
വഖൗലിഹി വീണ്ടും അല്ലാഹുവിന്റെ വാക്ക് പോലെ വസ്ബിറൂ നിങ്ങൾ ക്ഷമയവലംബിക്കുക, ഇന്നല്ലാഹ മഅസ്സാബിരീൻ നിശ്ചയമായും അല്ലാഹു ക്ഷമിക്കുന്നവരുടെ ഒപ്പമാണ്. വഖൗലിഹി കല്ലാ ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ മൂസാ അലൈഹിസ്സലാം പറഞ്ഞതുപോലെ എൻ്റെ റബ്ബ് എൻ്റെ കൂടെ ഉണ്ട്, എനിക്ക് വഴി കാണിച്ചു തരുന്നവനായിട്ട് എന്നുള്ള മഅയ്യത്ത്. വഖൗലിഹി തആല ലി മൂസ വഹാറൂൻ ഹാറൂൻ അലൈഹിമസ്സലാമിനോട് അല്ലാഹു പറഞ്ഞതുപോലെ ഇന്നനി മഅകുമാ നിങ്ങൾ ഇരുവരുടെ കൂടെയും എന്തുണ്ട്, ഞാനുണ്ട്. അസ്മഉ വ അറാ നിങ്ങളെ കണ്ടുകൊണ്ട് നിങ്ങളെ കേട്ടുകൊണ്ട് നിങ്ങളെ കണ്ടുകൊണ്ട് എന്തുണ്ട്, ഞാൻ നിങ്ങളുടെ കൂടെ. അപ്പോൾ ഇത് അള്ളാഹുവുമായിട്ടുള്ള മുഅ്മിനീങ്ങൾക്കുണ്ടാകുന്ന ഖാസായ പ്രത്യേകമായ മഅയ്യത്താണ് അതുകൊണ്ട് ഉദ്ദേശം. മഅയ്യത്ത് രണ്ട് വിധമാണ്. ഒന്ന് ആമ്മായ മഅയ്യത്തുണ്ട്. നിങ്ങൾ രണ്ടുപേരുണ്ട് എങ്കിൽ മൂന്നാമനായി നിങ്ങളുടെ സംസാരം നിങ്ങൾ രഹസ്യമായി സംസാരിക്കുമ്പോൾ മൂന്നാമനായി ആര് കേൾക്കുന്നുണ്ട്? അള്ളാഹു കൂടെ ഉണ്ടെന്ന് ഖുർആൻ പറഞ്ഞതുപോലെ 4 പേര് രഹസ്യ സംഭാഷണം നടത്തുമ്പോൾ അഞ്ചാമനായി അള്ളാഹു നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഈ പറയുന്ന പ്രത്യേകമായ മഅയ്യത്താണോ? അല്ല. നിങ്ങൾ ചെയ്യുന്ന ഗൂഢലക്ഷ്യങ്ങൾ, ഗൂഢസംസാരങ്ങൾ അത് അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട്? കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. എന്നാൽ ഇത് എന്താണ്? പ്രത്യേകമായി മുഅ്മിനീങ്ങൾക്ക്, അമ്പിയാക്കൾക്ക്, സ്വാലിഹീങ്ങൾക്ക് പ്രത്യേകം പറഞ്ഞിരിക്കുന്ന ഖാസായ മഅയ്യത്താണ്. അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സഹായം എന്തുണ്ട്? അവർക്കുണ്ട് എന്നാണ് എന്ത് ചെയ്യുന്നത്, അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഫഹാദിഹിൽ ബാഉ മുഫീദത്തുൻ ലിമഅന ഹാദിഹിൽ മഅയ്യതി ദൂനലം. അപ്പോൾ ഈ പറയുന്ന അർത്ഥം ലഭിക്കണമെങ്കിൽ ഈ ബാ വേണം. ബി യസ്മഉ വബി യുബ്സിറു എന്നുള്ള ബാ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുള്ളൂ? ഈ പറയുന്ന മുസാഹബത്തിന്റെ പ്രത്യേകം അർത്ഥം ലഭിക്കുകയുള്ളൂ. നേരെ മറിച്ച് ദൂനെല്ലാം ലീ യസ്മ എനിക്ക് വേണ്ടി അവർ കാണുകയും കേൾക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യൂല? ഈ പറയുന്ന മുസാഹബത്തിന് അർത്ഥം കിട്ടൂല. അതുകൊണ്ടാണ് എന്ത് അവർ അള്ളാഹുവിന് വേണ്ടി അവൻ കാണുന്നു കേൾക്കുന്നു എന്ന് പറഞ്ഞ ധാരണ എന്താണ്? തെറ്റാണ്. പിന്നെന്താണ്? അള്ളാഹു അവരുടെ കൂടെ പ്രത്യേകമായ സഹായം ചെയ്തുകൊണ്ട് അവരുടെ കൂടെ തന്നെ ആയിരിക്കും അങ്ങനെയുള്ള ആളുകളുടെ എന്നർത്ഥം. വലാ യതഅത്താ ലിൽ അബ്ദി അൽ ഇഖ്ലാസ് വസ്സബ്റു വത്തവക്കുൽ ഒരടിമക്ക് അള്ളാഹുവിനോടുള്ള ഇഖ്ലാസ്, ക്ഷമ, തവക്കുൽ, അതേപോലെ വനുസൂലുഹു ഫി മനാസിലിൽ ഉബൂദിയ്യ അള്ളാഹുവിനോടുള്ള ഉബൂദിയ്യത്തിന്റെ മൻസിലുകളിലേക്ക്, സ്ഥാനങ്ങളിലേക്ക് ഒരാൾക്ക് എത്തിപ്പെടാൻ സാധിക്കുകയില്ല, അത് എളുപ്പമായി തീരുകയില്ല. ഇല്ലാ ബിഹാദിഹിൽ ബാഇ വഹാദിഹിൽ മഅയ്യ ഈ മഅയ്യത്തോടു കൂടെ അല്ലാതെ. അള്ളാഹുവിൻ്റെ ഈ മഅയ്യത്താണ് ഒരടിമക്ക് അവനോടുള്ള ഇഖ്ലാസ് നേടിക്കൊടുക്കുന്നത്. ക്ഷമിക്കാനുള്ള കരുത്ത്, അതേപോലെ തവക്കുലിനുള്ളതായ മനസ്സ്, ഇതെല്ലാം നേടിക്കൊടുക്കുന്ന ഈ പറയുന്ന മുസാഹബത്താണ് എന്നർത്ഥം. ഫമതാ കാനൽ അബ്ദു ബില്ലാഹി ഹാനത്ത് അലൈഹിൽ മഷാഖ് എപ്പോഴാണോ ഒരു അടിമ ഈ രീതിയിൽ അള്ളാഹുവിനോട് കൂടെ ഉള്ള മഅയ്യത്ത് അവനുണ്ടാകുന്നത്, ഈ മുസാഹബത്ത് എപ്പോഴാണോ ഒരു അടിമക്ക് ഉണ്ടാകുന്നത്, ഹാനത്ത് അലൈഹിൽ മഷാഖ് എല്ലാ പ്രയാസങ്ങളും എന്ത് ചെയ്യും? അവൻ എളുപ്പമായി തീരും. വൻകലബത്തിൽ മഖാവിഫു ഫി ഹഖ്ഹി അവൻ്റെ ഹക്കിൽ പേടികളെല്ലാം എന്ത് ചെയ്യും? ഇല്ലാതെയായും, അത് മറിഞ്ഞ് നിർഭയത്വങ്ങളായി മാറും. ഫബില്ലാഹി യഹൂനു കുല്ലു സഅബിൻ അള്ളാഹുവിൻ്റെ മഅയ്യത്ത് കൊണ്ട് എല്ലാ പ്രയാസങ്ങളും എളുപ്പമാകും. വയസ്ഹുലു കുല്ലു അസീരിൻ എല്ലാ ദുർഘടമായ കാര്യങ്ങളും എളുപ്പമുള്ളതായി മാറും. വയഖുറുബു കുല്ലു ബഈദിൻ വിദൂരത്തുള്ളത് അവനിലേക്ക് എന്ത് ചെയ്യും? അടുത്തു വരും. വബില്ലാഹി തസൂലുൽ ഹുമൂമു ഹമ്മുകൾ, മനക്ലേശങ്ങൾ നീങ്ങിപ്പോകും. വൽ ഗുമൂമു മനപ്രയാസങ്ങൾ, വൽ അഹ്സാൻ ദുഃഖങ്ങൾ, ഇതെല്ലാം എന്ത് ചെയ്യും? ഇല്ലാതെയായി മാറും. ഫലാ ഹമ്മ മഅല്ലാഹ് അള്ളാഹുവിനോടുള്ള മഅയ്യത്തിനോട് കൂടെ മനക്ലേശങ്ങൾ ഉണ്ടാവുകയില്ല. വലാ ഗമ്മ വലാ ഹസന ദുഃഖങ്ങളും അതേപോലെ തന്നെ പ്രയാസങ്ങളും മനസ്സിലുണ്ടാകുന്ന വിഷമങ്ങളും ഒന്നുമില്ല ഈ മഅയ്യത്ത് ലഭിക്കുന്ന ആളുകൾക്കുണ്ടാവുകയില്ല. വലാ ഗമ്മ വലാ ഹസന ഇല്ലാ ഹൈസു യുഫവ്വിതുഹുൽ അബ്ദു മഅന ഹാദിഹിൽ ബൈ. അപ്പോൾ ഈ പറയുന്ന ഇതിൽ പറഞ്ഞിരിക്കുന്ന ബാഇന്റെ മഅന അത് നഷ്ടപ്പെടുന്ന ആളുകൾക്കല്ലാതെ എന്ത് ചെയ്യൂല? ഈ പറയുന്ന ഹുസ്നും ദുഃഖവും മനക്ലേശവും ഒന്നും ഉണ്ടാവുകയില്ല. അങ്ങനെ ഫയസീറു ഖൽബുഹു ഹീന ഇദിൻ കൽഹൂതി ഇദാ ഫാറഖൽ മാഅ യസിബു വയൻകലിബു ഹത്താ യഊദ ഇലൈ. ആ അടിമയുടെ ഹൃദയം ഒരു മത്സ്യം പോലെയാകും. അത് ആ മത്സ്യം വെള്ളത്തിൽ നിന്ന് വേർപെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പടയ്ക്കും. അങ്ങനെ അതിലേക്ക് മടങ്ങിച്ചെല്ലാൻ വേണ്ടിയിട്ട്, വെള്ളത്തിലേക്ക് തിരികെ വരാൻ വേണ്ടിയിട്ട് കിടന്നിട്ട് പടയ്ക്കും. ഇതേപോലെ ഹൃദയം എന്ത് ചെയ്തു? പടച്ചുകൊണ്ടിരിക്കും എന്നർത്ഥം.
വലമ്മാ ഹസലത്ത് ഹാദിഹിൽ മുവാഫഖത്തു, എന്നിട്ട് ഇമാം അവர்கள் പറയുകയാണ്, ഈ പറയുന്ന രീതിയിലുള്ള ഒരു യോജിപ്പ് മിനൽ അബ്ദി റബ്ബിഹി, ഒരടിമക്ക് അവൻ്റെ റബ്ബിനോട് ഈ പറയുന്ന രീതിയിലുള്ള ഒരു യോജിപ്പ് എപ്പോഴാണോ കരസ്ഥമാകുന്നത്, ഫി മഹാബി, അവനോടുള്ള ഈ സ്നേഹത്തിൽ എപ്പോഴാണോ ഈ ഒരു യോജിപ്പ് ഉണ്ടാകുന്നത്, ഹസലത് മുവാഫഖത്തു റബ്ബി ലിഅബ്ദിഹി ഫി ഹവായിജിഹി വ മതാലിബിഹി, അപ്പോൾ എന്ത് ചെയ്യും, ഹസലത് മുവാഫഖത്തു റബ്ബി അപ്പോൾ റബ്ബുമായിട്ട് അവൻ്റെ അടിമക്ക് ഈ പറയുന്ന സ്നേഹത്തിൽ പരസ്പരം മുവാഫഖത്തുണ്ടായാൽ, യോജിപ്പുണ്ടായിക്കഴിഞ്ഞാൽ, എപ്പോഴാണോ അതുണ്ടാകുന്നത് അപ്പോൾ ഹസലത് മുവാഫഖത്തു റബ്ബി ലിഅബ്ദി, റബ്ബ് അവൻ്റെ അടിമയോട് എന്ത് ചെയ്യും, യോജിക്കും, ഫി ഹവായിജിഹി വ മതാലിബിഹി, ആ അടിമയുടെ ആവശ്യങ്ങളുടെ കാര്യത്തിലും തേട്ടങ്ങളുടെ കാര്യത്തിലും. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു സ്നേഹം യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ ആ അടിമയ്ക്ക് എന്താണോ ആവശ്യം, അവൻ്റെ തേട്ടം എന്താണോ, അതിന് അള്ളാഹു എന്ത് ചെയ്യും, മുവാഫിക്കാകും, അള്ളാഹു അതിനോട് എന്ത് ചെയ്യും, യോജിക്കും. ഫഖാൽ, അതുകൊണ്ടാണ് ആ ഹദീസിന് ശേഷം പറഞ്ഞത്, വല ഇൻസഅലനി ലഉഅതിയന്ന, അവൻ എന്നോട് ചോദിച്ചാൽ തീർച്ചയായും ഞാൻ എന്ത് ചെയ്യും, കൊടുക്കുക തന്നെ ചെയ്യും. വല ഇൻ ഇസ്തആദനി ലഉഇദന്ന, അവൻ എന്നോട് അഭയം ചോദിച്ചാൽ ഞാൻ അവനെന്ത് ചെയ്യും, രക്ഷപ്പെടുത്തും. ലഉഇദന്ന, അവനക്ക് അഭയം കൊടുക്കുക തന്നെ ചെയ്യും. ഐ, അതായത് കമാ വാഫഖനി ഫീ മുറാദി, എൻ്റെ ഉദ്ദേശങ്ങളോട് അവൻ എന്ത് ചെയ്തപ്പോൾ, യോജിച്ചപ്പോൾ, ബിംതിസാലി അവാമിരി വത്തഖറുബി ബിമഹാബി, എൻ്റെ കൽപ്പനകളെ പാലിക്കൽ കൊണ്ട്, അതേപോലെ എനിക്കിഷ്ടമുള്ളതായ കാര്യങ്ങൾ അവൻ പ്രാവർത്തികമാക്കൽ കൊണ്ട് എൻ്റെ താല്പര്യങ്ങളോട് അവൻ യോജിച്ചപ്പോൾ, ഫഅന ഉവാഫിഖുഹു, ഞാൻ അവനോട് എന്ത് ചെയ്തു, യോജിച്ചു, ഫി റഗ്ബതിഹി വറഹ്ബതിഹി, അവൻ്റെ ഇഷ്ടങ്ങളുടെ കാര്യത്തിലും അവൻ്റെ പേടിയുടെ കാര്യത്തിലും, ഫീമാ യസ്അലുനി അൻ അഫ്അലഹു ബിഹി, ഞാൻ അവന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്നാണോ അവൻ എന്നോട് ചോദിക്കുന്നത് അത് ഞാൻ എന്ത് ചെയ്യും, നടത്തി കൊടുക്കും, ഞാൻ അതിൽ മുവാഫിക്കാകും, യോജിക്കും. വയസ്തഈദുനി അൻ യനാലഹു, അവന് ഉണ്ടാകും എന്നവൻ പേടിക്കുന്ന ഏതൊരു കാര്യത്തെയാണോ അവൻ എന്നോട് രക്ഷ ചോദിക്കുന്നത് അതിൽ ഞാൻ എന്ത് ചെയ്യും, അവൻ്റെ താല്പര്യത്തിനനുസരിച്ച് അവന് ഞാൻ യോജിക്കും, അവൻ്റെ താല്പര്യത്തോട് ഞാൻ യോജിക്കും. അങ്ങനെ വഖവിയ അംറു ഹാദിഹിൽ മുവാഫഖത്തി മിനൽ ജാനിബൈൻ, രണ്ട് ഭാഗത്ത് നിന്നും ഈ യോജിപ്പിൻ്റെ കാര്യം അതിശക്തമാകും. ഹത്തഖ്തല തറദ്ദുദ റബ്ബി സുബ്ഹാനഹു ഫി ഇമാതത്തി അബ്ദി, അവിടെയാണ് നേരത്തെ സൂചിപ്പിച്ച ഒരു വിഷയം പറഞ്ഞിരുന്നു. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ അടിമയെ മരിപ്പിക്കുന്ന കാര്യത്തിൽ എന്ത് ചെയ്യും, ഒരു തറദ്ദുദ് ഉണ്ടാകും. അവിടെ നമ്മൾ വിശദീകരിച്ചിരുന്നു, അള്ളാഹുവിന് ഒരിക്കലും ഇതില്ല, ഒരു കാര്യം ചെയ്താൽ അത് മുഖേന നന്മയാണോ ഉണ്ടാകുന്നത് തിന്മയാണോ ഉണ്ടാകുന്നത് എന്നതിനെ സംബന്ധിച്ച് അള്ളാഹുവിന് സംശയമേ ഇല്ല. ആ സംശയമല്ല ഇവിടെ പറഞ്ഞത്. പിന്നെ എൻ്റെ അടിമയ്ക്ക് ഇഷ്ടമില്ലാത്തത് ഞാൻ എങ്ങനെ ചെയ്യും എന്നുള്ള അള്ളാഹുവിൻ്റെ എന്താണ് ഒരു വെറുപ്പ്, അത് ആണ് എന്ത് ചെയ്തത്, ഉദ്ദേശിക്കപ്പെട്ടത്. അല്ലാതെ അള്ളാഹു ഒരു കാര്യം ചെയ്താൽ അത് മുഖേന അത് തെറ്റാകുമോ ശരിയാകുമോ എന്നുള്ള കാര്യത്തിൽ അള്ളാഹുവിന് സംശയമുണ്ടോ? ഒരു സംശയമില്ല. അങ്ങനെ സംശയിക്കാനേ പാടില്ല. അങ്ങനെ സംശയിക്കുക എന്നുള്ളത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്ത കാര്യമാണ്. അതല്ല ഇവിടെ ഉദ്ദേശം. അപ്പോൾ അവൻ്റെ അടിമയെ മരിപ്പിക്കുന്ന കാര്യത്തിൽ അള്ളാഹുവിന് തറദ്ദുദ്, കാരണം ലിഅന്നഹു യക്റഹുൽ മൗത, കാരണം അടിമ എന്ത് ചെയ്യുന്നു, മരണത്തെ വെറുക്കുന്നു. അവന് ധാരാളം കാലം ഇബാദത്ത് ചെയ്ത് അള്ളാഹുവിനെ വീണ്ടും വീണ്ടും നന്മകൾ ചെയ്യണമെന്ന് അവൻ ആഗ്രഹിക്കുകയാണ്, മരിക്കാൻ അവൻ ഇഷ്ടപ്പെടുന്നില്ല. വറബ്ബു തആല യക്റഹു മാ യക്റഹു അബ്ദുഹു, അവൻ്റെ അടിമ വെറുക്കുന്നതിന് അള്ളാഹു എന്ത് ചെയ്യുന്നു, ആ അവസ്ഥയിലേക്ക് എന്ത് ചെയ്യും, എത്തിച്ചേരും. വയക്റഹു മുസാഅതഹു, അവനെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ അള്ളാഹു എന്ത് ചെയ്യുന്നു, വെറുക്കുന്നു. ഫമിൻ ഹാദിഹിൽ ജിഹത്തി യഖ്തലി അല്ലാ യുമീതഹു, അപ്പോൾ പിന്നെ അവനെ മരിപ്പിക്കേണ്ടതില്ല എന്നുള്ളതിലേക്ക് എന്ത് ചെയ്യുന്നു, എത്തുന്നു. പക്ഷേ വലാകിന്ന മസ്ലഹതഹു ഫീ ഇമാതതി, പക്ഷെ അവന് കിട്ടുന്ന മസ്ലഹത്ത് എവിടെയാണ്, മരിപ്പിക്കുന്നതിലാണ്. അപ്പോൾ അവിടെ ഫമിൻ ഹാദിഹിൽ ജിഹത്തി യഖ്തലി അല്ലാ യുമീതഹു, അവൻ മരിപ്പിക്കാതിരിക്കുക എന്നുള്ള അവിടെ അവസാനിച്ചു. കാരണം അവന് മരിപ്പിച്ചാലാണ് എന്ത് ചെയ്യുക, അവന് നന്മ ലഭിക്കുക. അവന് നന്മ ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, കൂടുതൽ വലിയ നന്മ ലഭിക്കണമെങ്കിൽ അവനെ മരിപ്പിക്കണം. വലാകിന്ന മസ്ലഹതഹു ഫീ ഇമാതതി, അവനെ മരിപ്പിക്കുന്നതിലാണ് അവനക്ക് നന്മയുള്ളത്. ഫഇന്നഹു മാ അമാതഹു ഇല്ലാ ലിയുഹയ്യഹു, അവനെ ജീവിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലാതെ മരിപ്പിക്കുന്നില്ല. അപ്പോൾ അള്ളാഹു അവനെ മരിപ്പിക്കും എന്തിനു വേണ്ടിയിട്ട്, ജീവിപ്പിക്കാൻ വേണ്ടിയിട്ട്. വലാ അംറദഹു ഇല്ലാ ലിയുസിഹഹു,
അവന് രോഗം കൊടുക്കുന്നില്ല, എന്തിനു വേണ്ടിയിട്ടല്ലാതെ? നല്ല ആരോഗ്യം കൊടുക്കാനല്ലാതെ. വല അഫ്ഖറഹു ഇല്ലാ ലിയുഗ്നിയഹു, അവനക്ക് അല്ലാഹു ദാരിദ്ര്യം കൊടുക്കുന്നില്ല, അവൻ എന്താക്കാനല്ലാതെ? ധന്യനാക്കാനല്ലാതെ. വലാ മനഅഹു ഇല്ലാ ലിയുഅതിയഹു, അല്ലാഹു അവനക്ക് എന്തെങ്കിലും തടയുന്നില്ല, അവന് കൊടുക്കാൻ വേണ്ടിയിട്ടല്ലാതെ. വലം യുഖ്റജ് മിനൽ ജന്നതി ഫീ സുൽബി അബീഹി, അവന്റെ പിതാവിന്റെ മുതുകിൽ നിന്ന് അവനെ പുറത്താക്കപ്പെട്ടിട്ടില്ല. ഇല്ലാ ലിയുഈദഹു ഇലൈഹ അല അഹ്സനി അഹ്വാലി, ഏറ്റവും നല്ല അവസ്ഥയിൽ അതിലേക്ക് മടക്കപ്പെടാനല്ലാതെ. മനുഷ്യ മക്കളെ മുഴുവൻ എന്ത് ചെയ്തു? സ്വർഗീയ ലോകത്ത് നിന്ന് പുറത്താക്കപ്പെട്ടു പിതാവിന്റെ സുൽബിൽ നിന്ന്. എന്തിനു വേണ്ടിയിട്ടാണ്? തിരിച്ചവിടേക്ക് നല്ല അവസ്ഥയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. വലം യഖുൽ ലി അബീഹി, മനുഷ്യന്റെ പിതാവിനോട് അള്ളാഹു പറഞ്ഞിട്ടില്ല ഉഖ്റുജ് മിൻഹ, ഈ സ്വർഗത്തിൽ നിന്ന് എന്ത് ചെയ്യണം, നീ പുറത്തു പോകണം എന്ന് പറഞ്ഞിട്ടില്ല. ഇല്ലാ വഹുവ യുരീദു അൻ യുഈദഹു ഇലൈഹ, ആ പിതാവിനെ വീണ്ടും അതിലേക്ക് മടക്കുക എന്നുള്ള ഉദ്ദേശത്തിലല്ലാതെ വീണ്ടും അവിടെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഉദ്ദേശം. ഫഹാദാഹു വൽ ഹബീബു അലൽ ഹഖീഖത്തി ലാ സിവ. അപ്പൊ യഥാർത്ഥത്തിലുള്ള ഹബീബ് എന്ന് പറഞ്ഞത് ആരാണ്? ഇതാണ് സ്നേഹിക്കപ്പെടേണ്ടവൻ, ഇതാണ് യഥാർത്ഥത്തിലുള്ള സ്നേഹിതൻ. ബൽ ലൗ കാന ഫീ കുല്ലി മംബതി ശഅറത്തിൻ മിനൽ അബ്ദി മഹബ്ബത്തുൻ താമ്മത്തുൻ ലില്ലാ, എന്നിട്ട് ഇമാം അവറുകൾ പറയുകയാണ്, എന്നല്ല മനുഷ്യന്റെ ഓരോ ശരീരത്തിലെ ഓരോ മുടികളും മുളയ്ക്കുന്ന സ്ഥലത്ത് അള്ളാഹുവിനോടുള്ള സ്നേഹം, അതായത് അത്രയധികം ധാരാളക്കണക്കിന് മുടികളുണ്ട്, അത്രയധികം സ്നേഹം ഒരടിമക്കുണ്ടാവുകയാണ് എങ്കിൽ ലക്കാന ബഅദുമാ യസ്തഹിഖുഹു അലാ അബ്ദി, എത്രയധികം ആ അടിമ അള്ളാഹുവിനെ സ്നേഹിക്കൽ നിർബന്ധമാണോ അതിന്റെ കുറച്ചെങ്കിലും എന്ത് ചെയ്യും? വീടും. അത്രത്തോളം വലിയ ബാധ്യതയുണ്ട് മനുഷ്യന്റെ മേൽ അള്ളാഹുവിനെ സ്നേഹിക്കാൻ. അതിന്റെ കുറച്ചെങ്കിലും സംഭവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവന്റെ മൻബത്തു ഷഅർ, അവന്റെ മുടി മുളയ്ക്കുന്ന സ്ഥലങ്ങളിൽ മുഴുവൻ എന്ത് ചെയ്യണം? ഈ സ്നേഹം എന്ത് ചെയ്യേണ്ടതുണ്ട്? ഉണ്ടെങ്കിലേ കുറച്ചെങ്കിലും എന്ത് ചെയ്യുള്ളൂ? ആ സ്നേഹത്തിന്റെ ബാധ്യത നിർവഹിക്കാൻ സാധിക്കുകയുള്ളൂ. ഏതുപോലെ ഒരു കവി പറഞ്ഞതുപോലെ, നഖിൽ ഫുആദക ഹൈസു ശിഅത മിനൽ ഹവാ മൽ ഹുബ്ബു ഇല്ലാ ലിൽ ഹബീബിൽ അവ്വലി, നിന്റെ ഹൃദയത്തെ നീ പറിച്ചു നടുക, നിന്റെ ഹൃദയത്തെ നീ തിരിക്കുക. ഹൈസു ശിഅത മിനൽ ഹവാ, നീ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക്. മൽ ഹുബ്ബു ഇല്ലാ ലിൽ ഹബീബിൽ അവ്വലി, എന്നാൽ മനസ്സിലാക്കേണ്ട കാര്യം, സ്നേഹം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഹബീബിനെ സ്നേഹിക്കലല്ലാതെയല്ല. യഥാർത്ഥത്തിൽ സ്നേഹിക്കേണ്ടവൻ ആരാണ്? ഒന്നാമത്തെ ഹബീബ് എന്ന് പറയുന്നത് ആരാണ്? അള്ളാഹു തന്നെ. അവനോടുള്ള സ്നേഹമല്ലാതെ വേറൊന്നുമില്ല. അതാണ് യഥാർത്ഥത്തിൽ സ്നേഹം. കമ്മൻസിലിം ഫിൽ അർളി, ഭൂമിയിൽ എത്രയെത്ര സ്ഥലങ്ങളുണ്ട്, എത്രയെത്ര വീടുകളുണ്ട്. യഅ്ലഫുഹു അൽ ഫത, ഒരു യുവാവ് അതിനെല്ലാം എന്ത് ചെയ്യുന്നു? സ്നേഹിക്കുന്നു, അതിനോടെല്ലാം ഇണങ്ങിച്ചേരുന്നു. പക്ഷെ വഹനീനുഹു അബദൻ ലി അവ്വലി മൻസിലി, എപ്പോഴും അവന്റെ സ്നേഹം അവൻ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്നത് എവിടെയാണ്? അവൻ്റെ ഒന്നാമത്തെ വീട്ടിലായിരിക്കും. എന്നതുപോലെ ഒരു മനുഷ്യൻ അവൻ്റെ ജന്മനാട്, ഇത് പ്രകൃതിയാലുള്ള സ്നേഹമാണ്. ഒരു മനുഷ്യന് എന്തുണ്ടാവും? അവൻ്റെ ജന്മനാടിനോട് പ്രകൃതിയാലുള്ള സ്നേഹമുണ്ടാവും, അവൻ്റെ വീടിനോട് സ്നേഹമുണ്ടാകും. അവൻ ഏതെല്ലാം സ്ഥലങ്ങളിൽ എത്ര വലിയ സൗകര്യങ്ങളിൽ പോയി ജീവിച്ചാലും അവിടെ എല്ലാം താമസിക്കുമ്പോഴും എന്തുണ്ടാവും? അവൻ്റെ മനസ്സെപ്പോഴും മന്ത്രിച്ചു കൊണ്ടിരിക്കും അവൻ്റെ ഒന്നാമത്തെ വീട്ടിലേക്ക് എന്ത് ചെയ്യണം? പോകണം എന്നുള്ളത്. മനുഷ്യൻ്റെയും ഒന്നാമത്തെ വീട് ഇത് തന്നെയാണ്, സ്വർഗമാണ്. ഒന്നാമത്തെ ഹബീബ് ആര് തന്നെയായിരിക്കണം? അള്ളാഹു ആയിരിക്കണം. അവനെയാണ് എന്ത് ചെയ്യേണ്ടത്? യഥാർത്ഥത്തിൽ സ്നേഹിക്കേണ്ടത്. ആ ഒന്നാമത്തെ മൻസിലിനെയാണ് അവൻ എന്ത് ചെയ്യേണ്ടത്? ഇഷ്ടപ്പെടേണ്ടത്. അവിടേക്കാണ് അവൻ സഞ്ചരിക്കാൻ, അവൻ്റെ ഷൗക്ക് ചെന്നെത്താൻ വേണ്ടിയിട്ടുള്ള ധൃതി, സഞ്ചാരം നടക്കേണ്ടത് എവിടേക്കാണ്? ഒന്നാമത്തെ മൻസിലിലേക്കായിരിക്കണം, അള്ളാഹുവിലേക്ക് എത്തിപ്പെടാനായിരിക്കണം അവൻ എന്ത് ചെയ്യേണ്ടത്? സ്നേഹിക്കണം. അപ്പോൾ ഇതാണ് ഷൗക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ സംസാരിച്ചത്. ഇനി ഷൗക്കിനും ശേഷം അടുത്ത ഘട്ടമാണ് അത്തതയ്യും എന്നുള്ളത്. സ്നേഹത്തിൻ്റെ അവസാനത്തെ പടിയായി, അങ്ങേയറ്റത്തൊരു പടിയായി പഠിപ്പിക്കുന്നതാണ് അത്തതയ്യും. ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ അത് സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു തആല കാര്യങ്ങൾ യഥാവിധം മനസ്സിലാക്കാനും അവനനുസരിച്ചുകൊണ്ട് അവൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിക്കാൻ നല്ല തൗഫീഖ് നൽകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത നസ്തഗ്ഫിറുക വനതൂബു